KSEB ഈ വേനൽക്കാലത്തെ മുൻകരുതലോടുകൂടി തന്നെയാണ് കണ്ടത്. നമ്മുടെ പൂർവ്വകാല എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷവും കൃത്യമായ അസസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഊർജ്ജ ഉപഭോഗത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. പക്ഷേ കേരളത്തിലെ സ്ഥിതി അതല്ല. നിങ്ങൾക്ക് പാചകവാതകം എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യന്മാരുടെ വീടുകളിൽ വരെ പാചകവാതകമുണ്ട്. അത് കിട്ടാതാകുമ്പോൾ അവർ പകരമായി എന്ത് സാധ്യത എന്ന് നോക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവരിപ്പോൾ ഈ പറയുന്ന ഇലക്ട്രിക് സ്റ്റൗവിലേക്ക് നീങ്ങി. യഥാർത്ഥത്തിൽ ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ ഈ പ്രശ്നവും ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. നമസ്കാരം. നമ്മുടെ രാജ്യം കടുത്ത വൈദ്യുതി പ്രതിസന്ധി നേരിടുകയാണ്. ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഇന്ന് ഇരുട്ടിലാണ്. അതിൻ്റെ അലയൊലി നമ്മുടെ കേരളത്തിലും ദൃശ്യമാണ്. ഇത് സംബന്ധിച്ച് വിശദമായി സംസാരിക്കുന്നതിന് വേണ്ടി വൈദ്യുതി വകുപ്പിൽ നിന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി വിരമിച്ച ഡോക്ടർ MG സുരേഷ് കുമാർ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം KSEB ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയുമായിരുന്നു. വൈദ്യുതി മേഖലയിലെ ആസൂത്രണ രംഗത്ത് നിരവധി കാലം പ്രവർത്തിച്ച പാരമ്പര്യമുള്ള ഡോക്ടർ സുരേഷ് കുമാർ നിലവിൽ ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ റിസർച്ച് ട്രെയിനിങ് സബ് കമ്മിറ്റിയുടെ കൺവീനർ കൂടിയാണ്. നമസ്കാരം. ഇപ്പം നമ്മുടെ രാജ്യം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലാണ്. എനിക്ക് തോന്നുന്നത് ഉഷ്ണ തരംഗം വർദ്ധിക്കുന്നു. പൊതുവെ വേനൽക്കാലമാണ്. വേനൽക്കാലത്തോടൊപ്പം തന്നെ ഈ തീരെ പ്രതീക്ഷിക്കാത്ത അതികഠിനമായ ഉഷ്ണതരംഗമാണുള്ളത്. ഇപ്പം പുതിയ കണക്കനുസരിച്ച് പഞ്ചാബ്, രാജസ്ഥാൻ, ഡൽഹി തുടങ്ങി മിക്ക സംസ്ഥാനങ്ങളും ഇപ്പോൾ ഇരുട്ടിലാണ്. കേരളത്തിൽ അത്തരം വലിയ പ്രതിസന്ധി ഇല്ല. കേരളം ഈ ഉഷ്ണതരംഗത്തിൻ്റെയൊക്കെ അതികഠിനമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷെ നമ്മുടെ KSEB ബോർഡിൻ്റെയും വൈദ്യുതി വകുപ്പിൻ്റെയും സർക്കാരിൻ്റെയൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ സ്വീകരിച്ച ആസൂത്രണവും കരുതലിൻ്റെയൊക്കെ ഭാഗമായി അത്ര വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മൾ പോയില്ല. എങ്കിലും ചെറിയ ചില നിയന്ത്രണങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ആ നിയന്ത്രണങ്ങളെ അയ്യോ കിട്ടിപ്പോയി എന്നുള്ള രീതിയിൽ ചില കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ചും ചില രാഷ്ട്രീയ UDFൻ്റെ ആളുകളും അതേപോലെ തന്നെ ചില മാധ്യമങ്ങളും പർവ്വതീകരിച്ച് കാണിക്കുകയും ഇത് പവർ കട്ടാണ്, ലോഡ് ഷെഡിങ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ തെറ്റിദ്ധാരണ പരത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഇല്ലാത്തൊരു കാലമാണ് കടന്നു പോയത്. ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അത് വലിയ ജനങ്ങൾ വല്ലാതെ അപ്രീഷിയേറ്റ് ചെയ്താണ്. അതുകൊണ്ടായിരിക്കാം, ആ ഒരു കണ്ണുകടിയുടെ ഭാഗം കൂടി ആയിരിക്കാം ഈ ഒരു അവസരം കിട്ടിയപ്പം ആ രീതിയിൽ വളച്ചൊടിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന്, സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പവർ കട്ട് എന്താണ്, ലോഡ് ഷെഡിങ് എന്താണ്, ഈ വൈദ്യുതി നിയന്ത്രണം എന്താണ് എന്നുള്ളത് വ്യക്തത ഇല്ലായ്മയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രചാരണങ്ങൾ കുടുങ്ങിപ്പോകുന്നു എന്ന് പറയുന്ന അതൊരു വസ്തുതയാണ്. ആളുകൾക്ക് പെട്ടെന്ന് ഇതാണ് ലോഡ് ഷെഡിങ് അല്ലെങ്കിൽ ഇതാണ് പവർ കട്ട് എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് ഈ പ്രചരണം കേൾക്കുമ്പോൾ. യഥാർത്ഥത്തിൽ എന്താണ് പവർ കട്ട്, എന്താണ് ലോഡ് ഷെഡിങ്, എന്താണ് വൈദ്യുതി നിയന്ത്രണം, ഇതൊന്ന് വിശദമാക്കാൻ പറ്റും? ഒന്ന്, നിങ്ങൾ പറഞ്ഞതുപോലെ കേരളം ഈ പറഞ്ഞ പ്രശ്നത്തെ സാമാന്യം നന്നായി തന്നെ പ്രതിരോധിച്ചിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിട്ടുള്ളത് അരമണിക്കൂർ വരെ പീക്ക് ലോഡ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകും. അതിനുള്ള ചുമതല ലോഡ് ഡിസ്പാച്ച് സെൻറ്ററിലെ ചീഫ് എഞ്ചിനീയർക്ക് കൊടുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പവർ കട്ട്, ലോഡ് ഷെഡിങ് എന്നൊക്കെ പറയുന്നത് വ്യത്യസ്തമായ പദങ്ങളാണ്. ചിലരൊക്കെ പവർ കട്ട്, ലോഡ് ഷെഡിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് പറയും. അത് രണ്ടും രണ്ട് കൺസെപ്റ്റാണ്. പവർ കട്ട് നോർമലി വ്യവസായങ്ങൾക്കൊക്കെ ഏർപ്പെടുത്തുന്ന ശതമാനക്കണക്കിലുള്ള നിയന്ത്രണമാണ്. ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ മാസം 1000 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചു. ഈ മാസം നമുക്ക് ആകെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയെല്ലാം കൂടി നോക്കുമ്പോൾ അത്രയ്ക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് 800 യൂണിറ്റ് തരാനുള്ള ശേഷിയേ ഉള്ളൂ. അത്തരം സ്ഥാപനങ്ങളെ അങ്ങനെ ബൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഗാർഹിക കണക്ഷനൊന്നും സാധാരണ പവർ കട്ട് വരാറില്ല. അപ്പോൾ നമ്മൾ വ്യവസായ സ്ഥാപനങ്ങളോട്, വലിയ കമേഴ്ഷ്യൽ സ്ഥാപനങ്ങളോടൊക്കെ നിങ്ങൾ കഴിഞ്ഞ മാസം ഉപയോഗിച്ച വൈദ്യുതിയുടെ 20% കുറവ് ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ 30% കുറവ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അവിടെ ഓഫാക്കി ഇടുകയൊന്നുമില്ല. നിങ്ങൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കണം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങളൊരു ജനറേറ്ററിൽ ഇന്ധനം നിറച്ച് ഓടിക്കുന്നു. 100 ബൾബ് കത്തിക്കാനുള്ള ഒരു എന്താ പറയുക ശേഷിയുള്ളൊരു ജനറേറ്റർ. നിങ്ങളുടെ കയ്യിൽ ആ ജനറേറ്റർ 24 മണിക്കൂറും പ്രവർത്തിപ്പിക്കാൻ വേണ്ട എണ്ണയില്ല. അപ്പം നിങ്ങളെന്ത് ചെയ്യും? 100 ബൾബ് നിങ്ങൾ എല്ലാവരും സ്ഥിരമായിട്ട് അങ്ങ് ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് എപ്പോഴാഴ്ച കുറച്ചോ, അങ്ങനെ കുറച്ചിട്ട് ഇത്ര ഉപയോഗിക്കുന്നതിന് പകരം എൻ്റെ 20% കുറച്ച് ഉപയോഗിക്കാമെന്ന് പറയും. അത് എപ്പം കുറയ്ക്കണമെന്നൊന്നും നമ്മൾ തീരുമാനിക്കില്ല, ഇലക്ട്രിസിറ്റി ബോർഡല്ല തീരുമാനിക്കുക. നിങ്ങൾ കുറച്ചാൽ മതി. കാരണം ഈ എണ്ണ തീരുന്നവരെ ഞങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റൂ.
അതുകൊണ്ട് ആ എണ്ണയ്ക്കുള്ളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് തരാനുള്ളത് ഉൽപ്പാദിപ്പിക്കും. ചില സമയത്ത് ലേശം കൂടുതലും വേറെ സ്ഥലത്ത് കുറച്ചായാലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതാണ് പവർ കട്ട്. നമ്മളെ ഈ സാധനത്തിനകത്ത് ഇന്ധനമൊക്കെ ഉണ്ട്, പക്ഷെ 100 ബൾബ് കത്തിക്കാനുള്ള ആ യന്ത്രത്തിന് ശേഷിയുള്ളൂ. നിങ്ങൾ ഒരു 110 ബൾബ് അതിനകത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 ബൾബ് കത്താനുള്ള എനർജി ഉണ്ടാകില്ല. അപ്പം 100 കൂടി കെട്ടുപോകും. അതുകൊണ്ട് ഈ 20 അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് 100 മാത്രം പ്രവർത്തിപ്പിക്കുന്നു. പിന്നെ വേറൊരു 20 എണ്ണം മാറ്റി വെച്ചിട്ട് ബാക്കി 100 പ്രവർത്തിപ്പിക്കുന്നു. ഇങ്ങനെ സൈക്ലിക്കായിട്ട് എല്ലാവർക്കും കൊടുക്കും, പക്ഷേ കുറച്ചെണ്ണം മാറ്റി വെക്കും. ഇതിനെയാണ് സൈക്ലിക് ലോഡ് ഷെഡിങ് എന്ന് പറയുക. അതായത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ലോഡിങ് കപ്പാസിറ്റീൻ്റെ പരിമിതി കൊണ്ട് നമ്മൾ ഏർപ്പെടുത്തുന്ന നിയന്ത്രണമാണ് ലോഡ് ഷെഡിങ്. പവർ കട്ട് നമ്മളെ കയ്യിൽ ഈ എനർജി ഉണ്ടാക്കാനുള്ള സംവിധാനമേ ഇല്ല, അതുകൊണ്ട് ഏർപ്പെടുത്തുന്നതാണ് പവർ കട്ട്. ഇത് രണ്ടും രണ്ടാണ്. ഇനി ഇപ്പം നമ്മൾക്ക് എന്താ പ്രശ്നം? ഇപ്പം നമുക്കുള്ള പ്രശ്നം KSEB ഈ വേനൽക്കാലത്തെ മുൻകരുതലോടുകൂടി തന്നെയാണ് കണ്ടത്, അല്ലാതെ കരുതലില്ലാതെ കാണുകയല്ല ചെയ്തത്. വളരെ കൃത്യമായിട്ടുള്ളൊരു ആസൂത്രണം നടത്തിയിട്ടുണ്ട്. ഈ ആസൂത്രണത്തിൽ നമ്മൾ എങ്ങനെ ആസൂത്രണം ചെയ്തത്? ഇത്തവണ ഉഷ്ണതരംഗം ഉണ്ടാകും എന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ നവംബർ ഡിസംബറിലൊക്കെ കൃത്യമായിട്ട് ഉഷ്ണതരംഗത്തിൻ്റെ സൂചനകളുണ്ട്. മാത്രമല്ല നമ്മുടെ സൂര്യൻ അതിൻ്റെ പ്രഭാവം കൂടിയൊരു കാലത്താണ് ഇപ്പോൾ ഉള്ളത്. ഈ KSEB ശരിക്കും ഈ കാലാവസ്ഥാ വ്യതിയാനം കൂടെ പഠിക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഈ IMDയുടെ റിപ്പോർട്ടുകൾ സ്ഥിരമായി KSEBക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് പരിശോധിച്ചതിന് ശേഷമാണല്ലോ പ്ലാനിങ് നടത്തുന്നത്. പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം വൈദ്യുതി ആസൂത്രണം എന്ന് പറയുന്ന സാധനം അവിടെ ഇരുന്നിട്ട് യന്ത്രങ്ങളോട് മാത്രം സംവദിച്ചാൽ നടക്കുന്നതല്ലോ. പലതരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടത്. ഒന്ന്, പൊതുജനങ്ങളുടെ ബിഹേവിയർ പാറ്റേണിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ. നമ്മളിപ്പം കൺസ്യൂമർ സ്റ്റഡീസ് നമ്മൾ നടത്തുന്നുണ്ട്. കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയർ ചേഞ്ചസ് എന്തൊക്കെയാണ്, അവർ യൂസ് പാറ്റേണിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ പരിശോധിച്ച് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഓരോ കാലഘട്ടത്തിൽ എങ്ങനെയാണ് വൈദ്യുതി ഉപഭോഗത്തിൻ്റെ പാറ്റേണിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ വെച്ചുകൊണ്ട് ഇപ്പോൾ ഈ പ്രാവശ്യം ഉഷ്ണതരംഗം ഉണ്ടാകും. മുൻകാലങ്ങളിൽ ഉഷ്ണതരംഗം ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ട്രെൻഡുണ്ട്. ആ ട്രെൻഡ് വെച്ചുകൊണ്ട് ഈ പ്രാവശ്യം ഉഷ്ണതരംഗം ഉണ്ടായാൽ എങ്ങോട്ട് പോകും, എത്രത്തോളമൊക്കെ കേരളത്തിൻ്റെ എന്താ പറയുക ടെമ്പറേച്ചർ വർദ്ധിക്കും. ടെമ്പറേച്ചർ മാത്രമല്ല, ഹ്യൂമിഡിറ്റി വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ നമുക്ക് കുറച്ച് കൂടിയ ടെമ്പറേച്ചർ ഉണ്ടെങ്കിലും ഹ്യൂമിഡിറ്റി കുറവാണെങ്കിൽ അത്ര വലിയ പ്രയാസം തോന്നില്ല. ആ സമയത്ത് ഹ്യൂമിഡിറ്റി വല്ലാണ്ട് കൂടിക്കഴിഞ്ഞാൽ പ്രയാസം കൂടുതലായിരിക്കും. അങ്ങനെയുള്ള പല ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളൊക്കെ വെച്ചിട്ട് ഹ്യൂമിഡിറ്റിയും ഇലക്ട്രിസിറ്റിയും തമ്മിലുള്ള കോറിലേഷൻ എന്താണ്, ടെമ്പറേച്ചറും ഇലക്ട്രിസിറ്റിയും തമ്മിലുള്ള കോറിലേഷൻ എന്താണ്, ഇതൊക്കെ വെച്ചുകൊണ്ട് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ എത്രത്തോളം വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കും ഈ പരിശോധന നടത്തി. ആ പരിശോധന അടിസ്ഥാനത്തിൽ ഒരു 5700 5800 മെഗാവാട്ട് വരെയൊക്കെ എത്തും. അങ്ങനെ ആവുമ്പോഴും ഈ വർഷം ഇലക്ഷൻ ഇയറാണ്. നമുക്കറിയില്ലല്ലോ ഇലക്ഷൻ ഏപ്രിൽ 9-ാം തീയതി ആയിരിക്കുമെന്ന്. ഏപ്രിൽ അവസാനമോ അല്ലെങ്കിൽ മെയ് ആദ്യമൊക്കെ ആയിരിക്കും നോർമലി കേരളത്തിൽ ഇലക്ഷൻ നടക്കേണ്ടത്. അതുകൊണ്ട് അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു ക്രൈസിസ് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഇത്രയാണ് കണ്ടെത്തിയെങ്കിലും ക്രൈസിസ് ഇല്ലാതെ സൂക്ഷിക്കേണ്ടതുകൊണ്ട് 6000 മെഗാവാട്ട് വരെ വൈദ്യുതി ആവശ്യകത വന്നാൽ പോലും പരിഹരിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ക്രമീകരണങ്ങൾ ഇലക്ട്രിസിറ്റി ബോർഡ് ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. കരുതലുണ്ടായിരുന്നു. ആ കരുതലിലാണ് ഇപ്പം കഴിഞ്ഞ ദിവസം 6157 മെഗാവാട്ടായി എന്നൊക്കെ പത്രക്കാരൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ 6157 ആയി ആകെ നിങ്ങൾ പറഞ്ഞ 6357 മെഗാവാട്ടല്ലേ കൂടിയിട്ടുള്ളൂ എന്നൊക്കെയാണ് ചിലർ നമ്മളോട് ചോദിച്ചത്. പ്രശ്നം എന്താ വെച്ചാൽ 6157 എന്നുള്ള കണക്ക് അവർക്ക് എവിടെ നിന്ന് കിട്ടിയതാ? അവർക്ക് കിട്ടിയത് KSEBയുടെ LDയിൽ നിന്ന് കിട്ടിയ കണക്കല്ലേ. അതിൻ്റെ അർത്ഥം എന്താ? വി മെറ്റ് 6657 മെഗാവാട്ട് നമ്മൾ കൊടുത്തു എന്നാണ്. അതായത് വൈദ്യുതി വിതരണം ചെയ്തതിൻ്റെ കണക്കേ അവിടെയുള്ളൂ. റെക്കോർഡ് ചെയ്യുക 6033 മെഗാവാട്ട് എത്തിയപ്പോഴേക്ക് പ്രശ്നമായി പറഞ്ഞാൽ അവിടം വരെ എത്തി. അവിടം വരെ എത്തിയത് ഞങ്ങൾ സപ്ലൈ ചെയ്തു. 6157 സപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് പോയപ്പം കട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ 5700 മെഗാവാട്ടിന്റെ ഒരു ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന 5700 ചിലപ്പോൾ 5800 വരെ പോയേക്കാം പ്രതീക്ഷിക്കുന്നു. എങ്കിലും ഒരു 6000 വരെ പോയാലും പറ്റുന്ന രൂപത്തിൽ, കാരണം ഇതിനകത്ത് കുറച്ചൊക്കെ നമുക്ക് ഓവർലോഡ് ചെയ്യാം. അങ്ങനെ ഓവർഡ്രോ ചെയ്യുന്നതും കൂടി കണക്കാക്കി ഒരു 6000 വരെ എത്തിക്കാം. 6100 6157 ഞങ്ങൾ എന്ത് ചെയ്തു, മീറ്റ് ചെയ്തു. അപ്പം അതിനും അപ്പുറത്തേക്ക് വൈദ്യുതി ആവശ്യകത പോയപ്പോൾ സ്വാഭാവികമായും വൈദ്യുതി ലൈനുകൾ ട്രിപ്പായി. വൈദ്യുതി ലൈനുകൾ ട്രിപ്പാവുന്നത് ലൈനിൻ്റെ കൺസ്ട്രെയിൻ കൊണ്ടല്ല. അതായത് ഈ ലൈനിൽ ആവശ്യത്തിന് വൈദ്യുതി
ആക്റ്റീവ് പവർ എത്തുന്നില്ലെങ്കിൽ റിയാക്റ്റീവ് പവറൊക്കെ കൂടും, മറ്റു പല പ്രതിഭാസങ്ങളുണ്ടാവും. അതിൻ്റെ ഭാഗമായി ലൈനിലുള്ള ടോട്ടൽ കറണ്ടിൻ്റെ അളവിലൊക്കെ വലിയ വ്യത്യാസം ഉണ്ടാവും. നോർമലി നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്പുറത്തേക്ക് പോകുമ്പോൾ വേറെ രൂപത്തിലാണ് ഇത് ബാധിക്കുക. അതുകൊണ്ട് ട്രിപ്പായി ഓട്ടോമാറ്റിക്കായി ട്രിപ്പാവും. നമ്മൾ വീടുകളിലൊക്കെ ട്രിപ്പ്, അതെ, ഇത് ഓട്ടോമാറ്റിക്കായി ട്രിപ്പാവും. ഇങ്ങനെ ഓട്ടോമാറ്റിക്കായി ട്രിപ്പായി കഴിഞ്ഞാൽ 15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഓണാക്കും. 15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഓണാക്കും. അപ്പോഴും ഈ ലോഡ് അവിടെ തന്നെ പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും 15 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടേ ഓണാക്കാവൂ. അങ്ങനെ 15 മിനിറ്റും കൂടി കഴിയുന്നതിന് ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രാദേശികമായി ചില ക്രമീകരണങ്ങൾ വരുത്തി, ചില സിസ്റ്റം ക്രമീകരണങ്ങൾ വരുത്തിയിട്ട് വീണ്ടും ഓണാക്കിയെടുക്കും. ഇതാണ് നമ്മൾ ചെയ്യുക. ഇതാണ് നടക്കുന്ന എന്താ പറയുക ലോഡ് റെസ്ട്രിക്ഷൻ നിയന്ത്രണം എന്ന് പറയുന്നത്. ഇത് മുൻകൂട്ടി കണ്ട് 6 മണി മുതൽ 12 മണി വരെ സൈക്ലിക്കായി അരമണിക്കൂർ വീതം ഇങ്ങനെ ഓഫാക്കിയിടലല്ല. അതായത് നിർബന്ധമായി ഇപ്പം ഇന്നലെ ലോഡ് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നില്ല. കാരണം എന്താ? ഇത് ട്രിപ്പായി പോയില്ല. ഈ ലോഡ് ഇന്നലെ പല സ്ഥലത്തും കുറച്ച് മഴയൊക്കെ പെയ്തതോടുകൂടി ലോഡ് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോയില്ല. അങ്ങനെ പോകാത്തത് കൊണ്ട് ട്രിപ്പാക്കേണ്ടി വന്നില്ല. ലോഡ് ഷെഡിങ്ങാണ് പ്രഖ്യാപിച്ചതെങ്കിൽ അതല്ലല്ലോ. നമ്മൾ 6 മണിക്ക് കുറേ ഫീഡർ ഓഫാക്കും, അത് കഴിഞ്ഞ് അടുത്ത 6:30 മുതൽ 7 വരെ അടുത്ത കുറേ ഫീഡർ ഓഫാക്കും. ഇത് കണ്ടിന്യൂസ് ആയി ചെയ്യും. ഈ പറയുന്ന ലോഡിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്ന സാധനം ഒരു നിശ്ചിത അളവിൽ ഫീഡർ ഓഫാക്കുക എന്നുള്ളതാണ് ലോഡ്. ഇതിപ്പം അങ്ങനെ ഒരു അനിവാര്യത വരുമ്പോൾ തൽക്കാലം ഓഫായി പോവും. കാമണിക്കൂറിനുള്ളിൽ തന്നെ ചിലപ്പം പുനഃസ്ഥാപിച്ചേക്കും, ചിലപ്പം അരമണിക്കൂർ വരെ ഇത് പോയേക്കും. പരമാവധി അരമണിക്കൂറേ പോകൂ. ഇതാണ് ഇപ്പോൾ ഉള്ളത്. അതായത് നമ്മൾ ഇത് ഓഫാക്കി ഇടുക എന്ന ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഓഫായി പോയാൽ പരമാവധി അരമണിക്കൂർ വരെ ഓഫായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് പീക്ക് ലോഡ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള വൈദ്യുതി നിയന്ത്രണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആണ് നമ്മളിത് പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ അല്ല, ഈ ലോഡ് നിയന്ത്രണം. ശരിയാണ്, ഇങ്ങനെ ഒരു അരമണിക്കൂർ പോയാൽ ആളുകൾക്ക് പ്രയാസമുണ്ട്, അവർക്ക് പ്രയാസമുണ്ട് എന്നുള്ള കാര്യത്തിനകത്തൊരു സംശയമില്ല. അത്തരം പ്രയാസങ്ങൾ ഈ പറയുന്ന പോലെ ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ അനുഭവിക്കേണ്ടി വന്നത്, ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയത് KSEB മുൻകൂട്ടി കാണാത്ത ചില പ്രതിഭാസങ്ങളുടെ ഭാഗമായിട്ടാണ്. അതിപ്പോൾ അതെ, ഇപ്പം പ്രളയമോ നിപ്പയോ അല്ലെങ്കിൽ കോവിഡൊക്കെ വന്നത് നമ്മൾ മുൻകൂട്ടി കണ്ടതല്ല. അതുപോലെ നമ്മൾക്ക് മുൻകൂട്ടി കാണാൻ കഴിയാത്ത, ആരും മുൻകൂട്ടി കണ്ടിട്ടില്ലാത്ത ചില പ്രതിഭാസങ്ങളുണ്ടായി. അതാണ് ഇപ്രാവശ്യം KSEBയെ സംബന്ധിച്ചിടത്തോളം വന്നത്. ഈ ഉഷ്ണതരംഗം ഉണ്ടായതൊന്നും അല്ല. ഇപ്പം ഉത്തരേന്ത്യയിലെ പഞ്ചാബിലായാലും ഹരിയാനയിലും രാജസ്ഥാനിലും ഒക്കെ ഉണ്ടായതെന്ന് വ്യത്യസ്തമായ അവസ്ഥയാണ് കേരളത്തിലുണ്ടായത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പം കേരളത്തിൽ നമ്മൾ അതുകൊണ്ടാണ് പറഞ്ഞത്, കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് സ്ഥാനത്ത് ഇതിനകത്ത് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് പശ്ചിമേഷ്യൻ സംഘർഷമായിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം ഇതിപ്പോൾ നമ്മൾ പലരും പറയുമല്ലോ, അവിടെ ആരോ യുദ്ധം ചെയ്തോട്ടെ എന്ന് പറയുന്ന സമീപനം എടുക്കാൻ പറ്റില്ല എന്ന് കഴിഞ്ഞ പാചകവാതക പ്രതിസന്ധി ഉണ്ടായ സമയത്ത് തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. ഈ പാചകവാതക പ്രതിസന്ധിയുടെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഈ കാര്യത്തിനകത്ത് ഉണ്ടായത്. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പം ഇതൊരു പ്രതിസന്ധി ഉണ്ടായി. ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഇപ്പോഴും ഇരുട്ടിലാണ്. പഞ്ചാബിൽ 10 മണിക്കൂർ വരെയാണ് ലോഡ് ഷെഡിങ് ഉള്ളത്. അതുപോലെ രാജസ്ഥാനിൽ രാത്രി വൈദ്യുതിയേ ഇല്ല. ഡൽഹിയിലും ഈ പ്രശ്നം തന്നെയാണ് ഉള്ളത്. മറ്റു പല സംസ്ഥാനങ്ങളും ഇത് വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ കേരളത്തെ ഈ രീതിയിൽ വലിയ രീതിയിലേക്ക് ഇത് ബാധിക്കാത്തതിന്റെ കാരണം നമ്മുടെ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമാണ്, അതുപോലെ തന്നെ കരുതലാണ്. ഏതെല്ലാം രീതിയിലാണ് KSEB നമ്മുടെ ഈ വൈദ്യുതി സംഭരിച്ചു വെക്കുന്നത്? അതായത് ഭാവി കണ്ടുകൊണ്ട് ഇപ്പൊ നേരത്തെ തന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു 6000 മെഗാവാട്ട് വരെ വൈദ്യുതി ഒരു പ്രശ്നം വന്നാൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് കേരളത്തിൽ KSEB അത് മുൻകൂട്ടി തന്നെ കണ്ടുവച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി അല്ലല്ലോ, കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ സോപ്പ് വഴിയൊക്കെ വൈദ്യുതി വാങ്ങുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു പ്രക്രിയ, എങ്ങനെയാണ് ഇത് ആളുകൾക്കും കൂടെ മനസ്സിലാവുന്നതിന് വേണ്ടി എങ്ങനെയാണ് നമ്മൾ ഇത് സംഭരിച്ചു വെക്കുന്നത്? കേരളത്തിൻ്റെ ഈ സംഭരണം അല്ലെങ്കിൽ ഈ പ്ലാനിങ് അല്ലെങ്കിൽ ഈ കരുതൽ എങ്ങനെയാണ്? ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു കാലഘട്ടത്തിൽ എത്ര വൈദ്യുതി വേണം, ഇതാണല്ലോ നമ്മൾ ഒരു കണക്കെടുക്കുന്നത്. ഈ കണക്കെടുക്കുന്നത് നമ്മൾ 3-4 തരത്തിൽ കണക്കുണ്ടാക്കും. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ വേനൽക്കാലത്തെ പരമാവധി എന്തായിരുന്നു? കഴിഞ്ഞ കുറേ കാലത്തെ ഹിസ്റ്റോറിക്കലായി തൊട്ട് മുമ്പിലത്തെ വർഷത്തെ അപേക്ഷിച്ച് അടുത്ത വർഷത്തേക്ക് എത്ര വ്യത്യാസം വരാറുണ്ട്? അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം 3-4%. 5450 കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. അപ്പോൾ 5450 ഒരു 3% എന്ന് പറഞ്ഞാൽ ഒരു 150 മെഗാവാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1450 കൂടി കൂട്ടിയാൽ 5600 അവിടെ വരെ എത്താം. 3 എന്നുള്ള 4% ആയാൽ അത് ഒരു 50 കൂടി 5650 എത്താം. അതാണ് നമ്മൾ 5700 വരെ എത്തും എന്ന് പറയുന്ന ഒരു ഘടകം. 2ാമത്തെ ഘടകം നമ്മൾ സാധാരണ മാസങ്ങളിലുള്ള വൈദ്യുതി ആവശ്യകത.
വേനൽക്കാലമാകുമ്പോൾ എത്ര വർദ്ധിക്കാം? കാരണം സാധാരണ മാസങ്ങളിൽ ഉണ്ടാകുന്നൊരു വർധനവ് അതും വേനൽക്കാലവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ സാധാരണ മാസങ്ങളിൽ നമുക്കൊരു 4,900-5,000 വന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്തൊരു 12% വരെയാണ് മുൻകാലങ്ങളിൽ വേനൽക്കാലമാകുമ്പോൾ ഉണ്ടാകുന്ന വർധനവ്. ഉഷ്ണതരംഗമൊക്കെ ഉണ്ടെങ്കിൽ 15% വരെ എത്തും. അപ്പോൾ ഒരു 15% കൂടുതൽ. 5,000-ന്റെ 15% എന്ന് പറഞ്ഞാൽ എത്ര വരും? ഒരു 750. അപ്പോൾ 5,750. അപ്പം 5,000. അപ്പം നമ്മൾ അങ്ങനെ ഒരു കണക്ക് കൂട്ടിയാൽ 5,750 എത്തും. അപ്പോൾ ഒരു 5,800 എന്ന രൂപത്തിൽ അവിടെ കാണുന്നു. ഇപ്പോൾ രണ്ട്. പിന്നെ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള നമ്മുടെ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി ഓരോ സംസ്ഥാനങ്ങളിലെയും വൈദ്യുതിയിലെ ട്രെൻഡ് എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ചിട്ടുള്ള ചില പഠനങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു റിസോഴ്സ് അഡ്വക്കസി പ്ലാൻ ഉണ്ടാക്കും. ആ പ്ലാൻ വെച്ചുകൊണ്ട് നമ്മൾ എത്ര വേണ്ടി വരും എന്നത് കണക്കാക്കും. ഇത് ഓരോ മാസത്തേക്കും ഓരോ ദിവസത്തേക്കും ഈ കണക്ക് ചെയ്യും. അല്ലാതെ ഇത് മൊത്തത്തിലങ്ങ് ഒരു കണക്ക് കൂട്ടി വെക്കുകയല്ല. ഓരോ മാസത്തേക്കും ഓരോ ദിവസത്തേക്കും മാത്രമല്ല, ഈ പ്ലാൻ ഉണ്ടാക്കുന്നത് ഒരു ദിവസത്തിലെ 96 സ്ലോട്ടിലേക്കാണ്. അതായത് നമ്മളെ വൈദ്യുതി പ്ലാൻ എന്ന് പറയുന്നത് ദിവസത്തിൻ്റെ സ്ലോട്ട് മാത്രമല്ല, ഒരു ദിവസത്തിൽ 96 സ്ലോട്ട് ഉണ്ട്. മണിക്കൂർ വീതം ഒരു സ്ലോട്ടാണ്. അതായത് 12 മണി മുതൽ 12:15 വരെ സ്ലോട്ട്, 12:15 ടു 12:30 ഒരു സ്ലോട്ട്, 12:30 ടു 12:45 ഒരു സ്ലോട്ട്, അങ്ങനെ 23:45 മുതൽ 24 വരെ ഒരു സ്ലോട്ട്. ഇങ്ങനെ 96 സ്ലോട്ടിൽ ഒരേ വൈദ്യുതി ഉപഭോഗം അല്ലല്ലോ. ചില സമയത്ത് കൂടുതലും വേറെ ചില സമയത്ത് കുറവാണല്ലോ. ഈ കുറവുകളും കൂടുതലുകളും വെച്ചുകൊണ്ട് ഓരോ സമയത്തും എത്ര വൈദ്യുതിയാണ് ആവശ്യകത വരിക, ഈ ഒരു കണക്ക് ദിവസങ്ങളുടെയും മാസങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ തയ്യാറാക്കി വെക്കും. എന്നിട്ട് ഈ ഓരോ സന്ദർഭത്തിലും വേണ്ടി വരുന്ന വൈദ്യുതിയുടെ അളവിന് അതിനൊരു ബേസ് ഉണ്ടാവും. അതായത് എല്ലായ്പ്പോഴും വേണ്ടി വരുന്ന വൈദ്യുതി എത്ര കുറഞ്ഞാലും എല്ലായ്പ്പോഴും വേണ്ടി വരുന്നൊരു വൈദ്യുതി ഉണ്ട്. അത്തരം വൈദ്യുതി നമ്മൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ചില കരാറുകളിൽ ഏർപ്പെട്ട് അറേഞ്ച് ചെയ്യും. എന്നാൽ ചില സീസണിൽ മാത്രം വർദ്ധിക്കുന്ന വൈദ്യുതി അതിന് നമ്മൾ മീഡിയം ടേമിലേക്കുള്ള ചില കരാറുകളിൽ ഏർപ്പെട്ട് ആ വൈദ്യുതി. എന്നാലും ഇതിനകത്ത് ചില ഓഫ് ഷോട്ടുകൾ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ അത് വാങ്ങുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പലതരത്തിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. അതിനകത്ത് ഒരു ക്രമീകരണം, ഇപ്പം നാളത്തേക്ക് ചെറിയൊരു വ്യത്യാസം ഇന്ന് വരുന്നു എന്ന് കണ്ടാൽ ആ വ്യത്യാസത്തിന് വാങ്ങുന്നതിനാണ് ഡേ ഹെഡ് മാർക്കറ്റ് എന്ന് പറയുക. നാളെ ഈ 96 സ്ലോട്ടിലും നിങ്ങൾക്ക് വരുന്ന വൈദ്യുതി ആവശ്യകത എത്രയായി? നിങ്ങൾ ഓൾറെഡി സ്റ്റോർ ചെയ്തിട്ടുള്ള വൈദ്യുതിൻ്റെ മുകളിൽ എത്ര വേണ്ടി വരും? ആ വൈദ്യുതിക്ക് നിങ്ങൾക്ക് എത്ര രൂപ വരെ വില കൊടുക്കാൻ പറ്റും? അത് നമ്മൾ ടേം ഹെഡ് മാർക്കറ്റിൽ ടെൻഡറിൽ നമ്മൾ സമർപ്പിക്കും. ഇതുപോലെ കമ്പനികളുടെ കയ്യിലുള്ള വൈദ്യുതി അവരും സമർപ്പിക്കും. എന്നിട്ട് അതിനകത്ത് ഈ പറഞ്ഞ എക്കണോമിക്സിലെ നിങ്ങൾ എന്താ പറയുക, ഡിമാൻഡ് വേഴ്സസ് സപ്ലൈ കർവ് മുട്ടുന്ന സ്ഥലത്ത് വെച്ച് പ്രൈസ് നിശ്ചയിക്കപ്പെടും. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും അതിൻ്റെ ക്രമം അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും? അവർ ഇങ്ങനെ ഒരു പ്രക്രിയേൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഓരോ ദിവസത്തെയും ഓരോ മണിക്കൂറിൻ്റെയും വൈദ്യുതി എത്രത്തോളം വേണ്ടി വരുന്നു കണക്കാക്കുന്നതും അത് അറേഞ്ച് ചെയ്യുന്നതും. ഈ ഒരു ക്രമീകരണം നടത്തിക്കൊണ്ടാണ് കഴിഞ്ഞ 10 വർഷവും നമ്മൾ ഈ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ല എന്ന് പറയുന്നത് വെറുതെ അങ്ങ് പറയുകയല്ലോ. ഇപ്പം നമുക്ക് 10 രൂപയ്ക്ക് വൈദ്യുതി വാങ്ങാൻ സംബന്ധിച്ചു നേരെ പോയ വൈദ്യുതി വാങ്ങുക എന്ന് പറഞ്ഞാൽ 10 രൂപയ്ക്ക് അങ്ങനെ വൈദ്യുതി വാങ്ങാൻ കഴിയില്ല. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിനകത്ത് കാണുന്ന കാര്യം എന്ന് വെച്ചാൽ ചില സന്ദർഭങ്ങളിൽ വൈദ്യുതി വില വല്ലാണ്ട് കുറയും. ഇപ്പം നമ്മൾ 10 രൂപയ്ക്ക് വൈദ്യുതി വാങ്ങുന്നു. എല്ലാ സമയത്തും കേന്ദ്ര പൂളിൽ 10 രൂപ അല്ല. ഇപ്പം പകൽ സമയത്ത് സോളാർ വൈദ്യുതി ധാരാളമായി വരുന്ന സമയങ്ങളിൽ കേന്ദ്ര പൂളിൽ നമ്മുടെ പവർ എക്സ്ചേഞ്ചിൽ വരുന്ന വൈദ്യുതി എന്ന് പറയുന്ന സാധനത്തിന് 1 റുപ്പിയോ 1.5 റുപ്പിയൊക്കെ ആയിട്ട് താഴാറുണ്ട് ഒരു യൂണിറ്റിന്. അതേ സമയത്ത് തന്നെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ വൈദ്യുതി വില 13 രൂപ 14 രൂപ ആവാറുണ്ട്. ഇപ്പോൾ ഒരു ക്യാപ്പ് 13 എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ ക്യാപ്പിന് മുകളിലേക്ക് പോകാൻ പാടില്ലാത്തതുകൊണ്ട് അവിടെ നിൽക്കും. അത് 20 റുപ്യ വരെയൊക്കെ ആയ സന്ദർഭമുണ്ട്. ഹൈ പ്രൈസ് ഇലക്ട്രിസിറ്റി മാർക്കറ്റ് എന്ന് പറയുന്ന പുതിയ മാർക്കറ്റ് കേന്ദ്ര ഗവൺമെൻറ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് 50 റുപ്യ വരെ വില വരാറുണ്ട്. അതായത് ഈ മാർക്കറ്റ്, അതെ, അങ്ങനത്തെ ഇങ്ങനെ ഒരു എന്താ പറയുക, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിസിറ്റി മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ നടത്തുന്ന ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ വൈദ്യുതി വാങ്ങുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചില സന്ദർഭങ്ങളിൽ വൈദ്യുതി സർപ്ലസ് വരും. കാരണം ലോങ് ടേം കരാർ ചിലത് ഏർപ്പെട്ട് കഴിയുമ്പോൾ ചില സമയത്ത് നമുക്ക് അത്രയും വൈദ്യുതി വേണ്ടാത്ത ചില സന്ദർഭം വരും. നല്ല മഴയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വൈദ്യുതി അളവ് കുറവ് മതി. അതേ സമയം തന്നെ വേറെ ചില സംസ്ഥാനങ്ങൾക്ക് ഷോർട്ടേജ് ഉള്ളതുണ്ടാവും ആ സമയത്ത് തന്നെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് ഇന്ന സമയത്ത് ഇത്രയും വൈദ്യുതിയുടെ മിച്ചമുണ്ട്, നിങ്ങൾക്ക് ആ സമയത്ത് ഷോർട്ടേജാണ്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, ഞങ്ങൾ ആ വൈദ്യുതി അങ്ങോട്ട് തരാം.
നിങ്ങൾക്ക് അവിടെ മിച്ചം ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾക്ക് ആവശ്യം വരും, അത് ഇങ്ങോട്ട് തരണം. ഇതിനാണ് നമ്മൾ സ്വാപ്പ് എന്ന് പറയുക. അതെ, ഒരു ബാർട്ടർ സിസ്റ്റം പോലെ ഇങ്ങനെ വിവിധ തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെട്ട് ഈ ക്രമീകരണങ്ങൾ വളരെ ശാസ്ത്രീയമായ ഒരു മിക്സ് ആക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ വൈദ്യുതി നില ക്രമീകരിച്ചു പോകുന്നത്. അപ്പം ഇതിനകത്ത് പ്രാഥമികമായ എന്താണ്, ഈ ഓരോ സമയത്തുണ്ടാകുന്ന വൈദ്യുതി ആവശ്യകത എത്രയെന്ന് അസസ് ചെയ്യുന്നതിലാണ് ആദ്യത്തെ കടമ്പ. ഈ അസസ്മെൻറ്റ് നമ്മളുടെ പൂർവ്വകാല എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷവും കൃത്യമായ അസസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അസസ്മെൻറ്റ് നടത്താതിരിക്കുകയല്ല ചെയ്തത്. ഈ അസസ്മെൻറ്റിൽ വന്നിട്ടുള്ള വ്യതിയാനം എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു വ്യതിയാനമാണ്. ആ വ്യതിയാനം വരുത്തിയത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ ട്രംപ് ചെന്ന് ഇറാനിൽ ഇങ്ങനൊരു അക്രമം കാണിക്കുന്നു നമ്മൾ ആരാ പ്രതീക്ഷിച്ചത്? അതിൻ്റെ ഭാഗമായി ലോകത്താകെ പാചകവാതക പ്രതിസന്ധിയും അതിൻ്റെ ഭാഗമായി ഈ പാചകവാതക പ്രതിസന്ധി കേരളത്തിൽ ആണ് വലിയ പ്രശ്നം ഉണ്ടാക്കിയത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഹരിയാനയ്ക്ക് പോയാൽ അല്ലെങ്കിൽ ഗുജറാത്തിലേക്ക് പോയാൽ അവിടെയൊക്കെ ഉപയോഗിക്കുന്നത് എന്താ പറയുക, വിറകും വരലിയുമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണെണ്ണ കുറച്ച് സ്റ്റൗ, അല്ലാണ്ട് അവരാരും പാചകവാതകം ഉപയോഗിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ പാചകവാതക പ്രതിസന്ധി ഉണ്ടായതുകൊണ്ട് നേരെ ഇലക്ട്രിക് സ്റ്റൗവിലേക്കൊന്നും മാറുന്ന സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ ഉപയോഗിക്കുന്ന കുറച്ച് ആളുകൾ മാറിയിട്ടുണ്ടാവും. പക്ഷേ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ കേരളത്തിലെ സ്ഥിതി അതല്ല. നിങ്ങൾക്ക് പാചകവാതകം എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യന്മാരുടെ വീടുകളിൽ വരെ പാചകവാതകം ഉണ്ട്. അത് കിട്ടാതാകുമ്പോൾ അവർ പകരമായി എന്ത് സാധ്യത എന്ന് നോക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവരിപ്പോൾ ഈ പറയുന്ന ഇലക്ട്രിക് സ്റ്റൗവിലേക്ക് നീങ്ങി. കേരളത്തിൽ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ, അതുപോലെ തന്നെ വൈസ് പോലുള്ള പല സംഘടനകളും കേരളത്തിലെ ഉപഭോഗത്തിൻ്റെ പാറ്റേണിനെ കുറിച്ചൊക്കെ ചില പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ പഠനങ്ങളിൽ നിന്ന് നമുക്ക് എല്ലാം കൃത്യമായ കണക്കൊന്നുള്ളതല്ല. അത് എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു നമ്മുടെ പാചകവാത പ്രതിസന്ധി ഉണ്ടാകുന്ന വരെയുള്ള കാലത്ത് കേരളത്തിലൊരു 10-12 ലക്ഷത്തോളം സ്റ്റൗകളുണ്ട്. ഈ കഴിഞ്ഞ ഒരു 2 മാസത്തെ വിൽപ്പന വളരെ വലുതായിരുന്നു. നമുക്കിപ്പം ഓൺലൈനിലൊന്നും ഈ സാധനം കിട്ടാനില്ല. അത് നമുക്കിപ്പോൾ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ ചില ദിവസങ്ങളിലെ സെയിൽസിൻ്റെ കണക്കുകൾ എടുത്തു തന്ന്, അപ്പോൾ അത് നോക്കുമ്പോൾ എന്ന് വെച്ചാൽ 60 ദിവസത്തേക്ക് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്താൽ, അതിനെ ഒന്ന് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-15 ലക്ഷം വരും ഇൻഡക്ഷൻ കുക്കറുകൾ. അപ്പോൾ 15 ലക്ഷം വരുമ്പോഴും ചില സമയത്ത് ചിലത് കിട്ടാനില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതിനകത്തൊരു റിഡക്ഷനൊക്കെ വരുത്തി ഒരു 10-12 ലക്ഷത്തോളം ഇൻഡക്ഷൻ കുക്കറുകൾ ഇപ്പോൾ മാർക്കറ്റിൽ ചിലവായിട്ടുണ്ട്. ഇത് വെറുതെ വാങ്ങിയതല്ലോ, ആൾ ഉപയോഗിക്കാനാണല്ലോ വാങ്ങിയിട്ടുണ്ടാകുക. നേരത്തെ ഉണ്ടായിരുന്ന ഇൻഡക്ഷൻ കുക്കർ അവർ ഉപയോഗിച്ചിട്ടുണ്ടാകില്ല. കാരണം എന്താ, നമ്മൾ വീട്ടിലൊക്കെ ഇൻഡക്ഷൻ കുക്കർ ഉണ്ടായിരുന്നു. നമ്മൾ എന്തിനാണ് ഉപയോഗിച്ചിരുന്നത്? പാചക പ്രവർത്തനത്തിനും പൊതുവെ ഒന്നും ഉപയോഗിക്കില്ല. ആരെങ്കിലും ആൾ പെട്ടെന്ന് വന്നാൽ അവർക്കൊരു ചായ ഉണ്ടാക്കി കൊടുക്കാൻ, അത്യാവശ്യം ചൂടുകൾ ഉണ്ടാക്കാനൊക്കെയാണ് ഇൻഡക്ഷൻ കുക്കർക്ക് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇപ്പം അതല്ല. ഇപ്പം നമുക്ക് ഈ പറയുന്ന പാചകവാതം കിട്ടാത്തപ്പോൾ നമ്മൾ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിച്ച് തുടങ്ങി. ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ഇപ്പം പാചകവാതം കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. കിട്ടിത്തുടങ്ങിയപ്പോൾ നമ്മൾ ഇൻഡക്ഷൻ കുക്കർ ഉപേക്ഷിച്ച് പാചകവാതം തിരിച്ചു പോയോ? പലരും പോയിട്ടില്ല. കാരണം എന്താ അറിയോ, ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിച്ചാൽ അത് പാചകവാതകം ഉപയോഗിക്കുന്നതിനെക്കാട്ടും മൊത്തത്തിൽ ലാഭകരമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു സിലിണ്ടർ പാചകവാതകത്തിന് 1500 റുപ്യ കൊടുത്തിട്ട് ഒരു പാചകം വാങ്ങിയാൽ നമുക്ക് ഒരു മാസത്തേക്ക് വരുന്നു. നമുക്ക് ഈ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിച്ചുകൊണ്ട് 1500 റുപ്യ കൂടുതൽ ഇലക്ട്രിസിറ്റി ബില്ല് കൂടിയാൽ മാത്രമല്ലേ അതിനെക്കാട്ടി അത് ലാഭമാകൂ. നോക്കുമ്പോൾ അത്ര വലിയ വർധനവ് ഇലക്ട്രിസിറ്റി ചാർജ് വരുന്നില്ല. അപ്പോൾ ആളുകൾ മനസ്സിലാക്കുന്നു ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നതാണ് പാചകവാതകം ഉപയോഗിക്കുന്നതിനേക്കാൾ ഗുണകരം. അതുകൊണ്ട് ഇപ്പം പാചകവാതക പ്രതിസന്ധി ഏറെക്കുറെയൊക്കെ വലിയ രൂപത്തിൽ പ്രശ്നമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. ഹോട്ടലുകളൊക്കെ തിരിച്ചു തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ അപ്പോഴും ആളുകൾ ഇൻഡക്ഷൻ കുക്കറിൽ തന്നെ തുടരുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഇപ്പം 24 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡക്ഷൻ കുക്കർ 1000 മുതൽ 2000 വാട്ട് വരെയാണ്. അപ്പോൾ 1000 വാട്ട് എന്ന് മിനിമം ഉള്ള കുക്കറാണ് നമ്മൾ എല്ലായിടത്തും ഉള്ളത് എന്ന് കരുതിയാൽ 2400 മെഗാവാട്ടാണ് 24 ലക്ഷം. 2000 ആണെങ്കിൽ 4800 എന്ന് വെച്ചാൽ 2400 മുതൽ 4800 വരെ മെഗാവാട്ടിൻ്റെ ഒരു ഉപകരണം നേരത്തെ നമുക്ക് നിശ്ചയമില്ലാത്ത രൂപത്തിൽ നമ്മുടെ ഗ്രിഡിൽ വന്ന് കണക്ട് ചെയ്തിരിക്കുന്നു. ഇത് മുഴുവൻ ഒറ്റ ടൈമിൽ ഉപയോഗിക്കുന്നുണ്ടാകില്ല. കാരണം ഇത് മുഴുവൻ ഒറ്റ ടൈമിൽ ഉപയോഗിച്ചിരുന്നു എങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ സിസ്റ്റം അടിച്ചു പോവുകയായിരുന്നു. ഇത് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ കണക്കൂട്ടുന്നത് 1500 മെഗാവാട്ടെങ്കിലും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. ഇത് ചിലപ്പോൾ ഇത് മാത്രമായിരിക്കില്ല. ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിള്, ചിലർക്ക് ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ കൂട്ടത്തിൽ മറ്റ് വെഹിക്കിളുണ്ട്. ലോങ് ജേണിക്കൊക്കെ അവർ മറ്റേ വെഹിക്കിൾ തന്നെ ഉപയോഗിക്കും. കാരണം ഇത് എവിടുന്ന് ചാർജ് ചെയ്യാൻ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ഇത് ഈ ഇലക്ട്രിക് വെഹിക്കിൾ തൽക്കാലത്തേക്കുള്ള ലോക്കൽ കമ്മ്യൂണിക്കേഷൻ മാത്രമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളുകൾ പലരും ഉണ്ട്. പക്ഷേ ഇപ്പം ഈ പറയുന്ന
ഇന്ധനം കിട്ടാനില്ല എന്നൊക്കെ പറയുന്ന ചില കിംവദന്തി, ചിലത് കിട്ടാനില്ലാത്തതുകൊണ്ടായിരിക്കില്ല. അതോടുകൂടി എന്നാൽ പിന്നെ നമുക്ക് ഇതിനകത്ത് 200 കിലോമീറ്റർ കിട്ടുമല്ലോ, അല്ലെങ്കിൽ 400 കിലോമീറ്റർ കിട്ടുമല്ലോ, വഴിയിൽ എവിടെന്നെങ്കിലും ചാർജ് ചെയ്യാൻ പറ്റുമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവർ ലോങ് ജേണിയും അവർ ഇലക്ട്രിക് സ്കൂട്ടറിൽ ഉപയോഗിച്ച് തുടങ്ങുന്നു. സ്വാഭാവികമായിട്ടും അതിന്റെ ചാർജിങ്ങും ടോട്ടൽ കൂടുന്നു. നേരത്തെ ഉണ്ടായിരുന്ന വെഹിക്കിൾ തന്നെയാണ്, ആ വെഹിക്കിളിന്റെ നമ്പറിൽ വ്യത്യാസം വന്നിട്ടില്ല, പക്ഷെ അവരുടെ യൂസേജ് പാറ്റേൺ വ്യത്യാസം വരുന്നു. അപ്പം ഇങ്ങനെ നമ്മുടെയൊക്കെ യൂസേജ് പാറ്റേണിൽ വരുന്ന ഈ മാറ്റങ്ങളെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസത്തിനുള്ളിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് നമ്മൾ എത്തിച്ചു. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ നമ്മളെ നേരത്തെ നിശ്ചയിച്ചതിൽ നിന്നൊക്കെ പ്ലാൻ ചെയ്തതിൽ നിന്നൊക്കെ ഡീവിയേറ്റ് ചെയ്യുന്നൊരു സ്ഥാനത്തേക്ക് എത്തിച്ച്. ഡീവിയേഷൻ ചെറിയ രൂപത്തിലൊക്കെ എപ്പോഴും വരാം. ഇത് ചെറിയ രൂപത്തിലല്ലാത്ത ഡീവിയേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതൊരു നിപ്പ വന്നതുപോലെയോ അല്ലെങ്കിൽ പ്രളയം വന്നതുപോലെയോ ഒക്കെ ഉള്ള ഒരു വളരെ ആക്സിഡൻ്റൽ ആയിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത്തരം ഒരു ആക്സിഡൻ്റായ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും KCB എന്താ ചെയ്യേണ്ടത്? KCB ജനങ്ങളോട് പറയുക, ഇതങ്ങനെ സാഹചര്യമുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്ന് സഹകരിക്കണം. ആളുകളോട് KCB നിങ്ങൾ AC ഇടരുതെന്നല്ല പറഞ്ഞത്. നോക്കൂ, ഇത്തച്ചി വിട്ടുപെടുന്ന കാലത്ത് നിങ്ങൾ ഇതൊക്കെ ഓഫാക്കണം എന്ന് പറയാൻ പാടുണ്ടോ എന്നാണ് ചില മാധ്യമങ്ങൾ ചോദിക്കുന്നത്. AC ഇടരുതെന്നല്ലോ പറഞ്ഞത്. നിങ്ങൾ ഫാൻ ഉപയോഗിക്കരുത്, AC ഇടരുത്, അല്ലെങ്കിൽ നിങ്ങൾ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കരുതെന്നും പറഞ്ഞില്ല. നിങ്ങൾ ഈ സമയത്ത് നിങ്ങളെ ഫ്രിഡ്ജ് അവിടെ ഉണ്ടാവുമല്ലോ, ആ 3 മണിക്കൂർ ഫ്രിഡ്ജ് ഒന്ന് ഓഫാക്കിയിട്ടാൽ കുഴപ്പമുണ്ടോ? നിങ്ങളെ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് ചെയ്യാൻ പകല് നിങ്ങൾ യാത്ര കഴിഞ്ഞ് വന്നു, വൈകുന്നേരം അവിടെ കൊണ്ടുവന്ന് കുത്തിയിട്ടു, 7 മണി മുതൽ ചാർജ് ചെയ്യുകയാണ്. അത് ദയവ് ചെയ്ത് 7 മണിക്ക് തന്നെ ചാർജ് ചെയ്യുന്നതിന് വരെ 12 മണി വരെ തൽക്കാലം ഓഫാക്കി ഇട്ടിട്ട് 12 മണിക്ക് ശേഷം ചാർജ് ചെയ്യൂ. ആ പീക്ക് ലോഡ് സമയത്ത് ഇത്തരത്തിലുള്ള വലിയ ലോഡുകൾ സിസ്റ്റത്തിൽ വരുന്നത് നിങ്ങൾക്ക് പറ്റാവുന്നതൊന്നും ഒഴിവാക്കൂ എന്നാണ് പറഞ്ഞത്. പറ്റാവുന്നത് എല്ലാവർക്കും എന്തൊക്കെയോ ഉണ്ട്. ഇപ്പം എൻ്റെ വീട്ടിൽ 10 ബൾബ് ഉണ്ടെങ്കിൽ വെളിച്ചം കാണാൻ 2 ബൾബ് ഇട്ടാലും തൽക്കാലം മതിയാവും. 8 ബൾബ് ഓഫാക്കി അത്രേ. അണ്ണാർക്ക് നെഞ്ച് കൊത്താനാവുന്നത് എന്ന് പറഞ്ഞ പോലെ വലിയ രൂപത്തിലൊന്നും അല്ലെങ്കിലും ചെറിയൊരു സഹായം ഈ രംഗത്ത് ഉണ്ടാവണം. ഇത് KCB പറഞ്ഞപ്പോഴേക്ക് മാധ്യമങ്ങൾ പറയുന്നത് നിങ്ങൾ എന്താ പറയുക, കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്യാതെ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ട് എന്നിട്ട് ജനങ്ങളോട് സഹകരിക്കാനാണ് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ പറയുന്നതാ, നമ്മളെല്ലാവരും കൂടി അല്ലേ ഈ പ്രതിസന്ധിയെ നേരിടേണ്ടത്. നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഈ പ്രതിസന്ധിയെ നേരിടുന്നതിന് ഒരു സഹായം ചെയ്യണമെന്നല്ലേ പറയേണ്ടത്. യെസ്, ഗവൺമെൻറ്റിനെയോ സംവിധാനത്തെയോ വിമർശിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ വിമർശിക്കുന്നതിന് പകരം ഒരുമാതിരി ആക്ഷേപഹാസ്യത്തിലൂടെ ജനങ്ങളെ ആകെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ഈ മീഡിയ പോകുക എന്നുള്ളതാണ് പ്രശ്നം. സ്വാഭാവികമായിട്ടും അത് തുറന്നു കാണിക്കുകയും കൂടി ചെയ്യേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പറയുമ്പോഴേ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു പ്രതിസന്ധി ഉണ്ട്. കാരണം ഇപ്പം ഇത് യാദൃശികമായി സംഭവിച്ചാണ് നമ്മളെല്ലാ ഒരുക്കവും നടത്തി. പക്ഷേ ഭാവി ഒരു വിഷയമാണല്ലോ. അതായത് നമ്മുടെ വൈദ്യുതി ഉൽപ്പാദനം നമുക്ക് വേണ്ടത്ര വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ല. കാരണം ജലവൈദ്യുതി ആണ് നമ്മൾ പ്രധാനമായി ആശ്രയിച്ചിരുന്നത്. അത് വൻകിട ജലവൈദ്യുത പദ്ധതികളുണ്ട്, ചെറുകിട ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ മൈക്രോ പ്രോജക്റ്റുകളും നമ്മൾ ഒരുപാട് ചൈനീസ് സഹായത്തോടുള്ളതൊക്കെ നമ്മുടെ KCBയുടെ മുമ്പിൽ ഇപ്പോഴും കുറേ പ്രൊജക്റ്റുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ അതിരപ്പള്ളി പദ്ധതി അടക്കം പല പദ്ധതികൾക്കും കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് പരിസ്ഥിതി വാദത്തിൻ്റെ പേരിൽ അത് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. പിന്നെ ഉണ്ടായിരുന്നത് ബദൽ സംവിധാനങ്ങളായിരുന്നു, ബ്രഹ്മപുരം ഉൾപ്പെടെയുള്ളത്. അതും വേണ്ടത്ര വിജയിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. മറ്റൊന്ന്, പാരമ്പര്യ വൈദ്യുത സംവിധാനങ്ങളെ നമ്മൾ കേരളം എല്ലാ കാലത്തും കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം ഈ പുരപ്ര സോളാർ പദ്ധതി ആവട്ടെ, കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനങ്ങൾ. പക്ഷേ ഇതിന് മാത്രം പറ്റുമോ? ഞാൻ ചോദിക്കാൻ കാരണം, നമ്മൾ ഒരു കാലത്ത് മെറ്റൽ ഫിലമെൻ്റ് ലാമ്പാണ് ഉപയോഗിച്ചത്. അത് മാറി നമ്മൾ പിന്നെ CFL-ലേക്ക് പോയി. CFL-ൽ നിന്നും അതിവേഗത്തിൽ നമ്മൾ ഫോണുകൾ മാറിയതുപോലെ അതിവേഗത്തിൽ തന്നെ നമ്മൾ പിന്നെ LED ബൾബിലേക്ക് പോയി. നമ്മുടെ ടെലിവിഷൻ ഉൾപ്പെടെ LED-യിലേക്കൊക്കെ പോയി. അതിൻ്റെ ഭാഗമായി നമുക്ക് ഒരുപാട് ഊർജ്ജക്ഷമത കൈവരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചൂടാറപ്പെട്ടികൾ പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്നു. പക്ഷേ നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി, കേരളം വ്യവസായ രംഗത്ത് ഒരുപാട് കുതിപ്പ് നടത്തി. നമ്മൾ ചെറുകിട സംരംഭങ്ങളാവട്ടെ, വൻകിട വ്യവസായ സംരംഭങ്ങൾ നമ്മൾ ആരംഭിക്കുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് ഒന്ന് വൈദ്യുതി തന്നെയാണ്, ഊർജം തന്നെയാണ്. അത് നമുക്ക് ആവശ്യമാണ്. അതുപോലെ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ വെഹിക്കിളുകൾ വർദ്ധിച്ചു വന്നു. അത് സ്കൂട്ടർ ആവട്ടെ, കാർ ആവട്ടെ, ഒരുപാട് വർദ്ധിച്ച് ഭാവിയിലൊരു പക്ഷേ ഈ ഇന്ധന പ്രതിസന്ധിയൊക്കെ വരുന്നതോടുകൂടി അത് മുന്നിൽ കണ്ട് അതും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം മീറ്റ് ചെയ്യാനുള്ള ഒരു വൈദ്യുതി എങ്ങനെയാണ് നമ്മൾ കേരളം ഈ മുന്നിൽ കാണുന്നത്? നമുക്ക് ഇനി പുതുതായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ മാത്രമല്ല കേന്ദ്രവിഹിതം പോലും ഇപ്പോൾ നമുക്ക് കിട്ടുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കേരളം ഭാവിയിൽ എങ്ങനെയാണ് ഈ വിഷയത്തെ അഭിമുഖീകരിക്കാൻ വേണ്ടി പോകുന്നത്? ഒന്ന്, രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു പൊതു സാഹചര്യത്തിൽ നിന്നുകൊണ്ടല്ലാതെ നമുക്ക് കേരളത്തിൽ മാത്രമായ ഒരു പ്ലാനിങ് സാധിക്കില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അത് നമ്മൾ കാണണം. എന്നുവെച്ചാൽ നമ്മൾക്ക് ഇപ്പോൾ കേരളത്തിന് ഒരു ഐസൊലേറ്റഡ് സ്റ്റേറ്റായിട്ട് പ്രവർത്തിക്കാൻ കഴിയില്ല.
ഇപ്പം ദേശീയ ഗ്രിഡ് എന്ന് പറയുന്ന രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത്. എല്ലാം കൂടി ഒരുമിച്ച് ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. മാത്രമല്ല കേരളത്തിനുള്ളിൽ വൈദ്യുതി ഉൽപ്പാദനം നടത്തി സ്വയം പര്യാപ്തമാകുക എന്ന നിലയ്ക്ക് മാത്രം ഇതിനെ കാണാനും കഴിയില്ല. കാരണം ഒരു ദേശീയ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണല്ലോ ഇത്. ഇപ്പം നമുക്കിപ്പം ഇന്ധന സാധ്യതകൾ മറ്റൊന്നുമില്ല. ഇപ്പോൾ കൽക്കരി ഇപ്പോൾ ഒറീസ അല്ലെങ്കിൽ ബീഹാർ, ജാർഖണ്ഡ് അത്തരം സംസ്ഥാനങ്ങളിലാണ് ഉള്ളത്. ലിഗ്നൈറ്റ് തമിഴ്നാട്ടിൽ ഉണ്ട്. പക്ഷേ കേരളത്തിൽ അങ്ങനത്തെ സാധ്യതകളൊന്നുമില്ല. നമുക്ക് തോറിയം ഉണ്ടെന്ന് പറയുന്നത്, തോറിയം ഉണ്ടെന്ന് പറയുന്ന വസ്തുതയാണ്. പക്ഷേ തോറിയം സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് അണു നിലയങ്ങൾ ഇപ്പോഴും ആയിട്ടില്ല. ഇപ്പം നമ്മൾ അല്ല തോറിയത്തിനെതിരാണോ ഇല്ലയോ എന്നുള്ളത് പറയാൻ പറ്റുന്ന അവസ്ഥയാകില്ല. കാരണം വെച്ചാൽ തോറിയം ഈ പറഞ്ഞ യുറേനിയം ഇന്ധനം ഉപയോഗിക്കുന്ന പോലെയല്ല, അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്നത് സാങ്കേതികവിദ്യയാണ് അത്. പക്ഷേ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്നുള്ള സാങ്കേതികവിദ്യൻ്റെ പ്രോട്ടോടൈപ്പ് ഇപ്പം കൽപ്പാക്കത്ത് വിജയിച്ചു എന്നാണ് പറയുന്നത്. അല്ലാതെ അത് കമേഴ്ഷ്യലായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രൂപത്തിലേക്കൊന്നും ആയിട്ടില്ല. അതായത് ചർച്ച ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്കൊന്നും തോറിയം ഇപ്പോഴും ആയിട്ടില്ല. തോറിയം അങ്ങനെ ആവുന്നൊരു സാധ്യത ഉണ്ടെങ്കിൽ നമ്മളെ മുമ്പിൽ വലിയൊരു സാധ്യത തുറന്നു വയ്ക്കപ്പെടും. സ്വാഭാവികമായിട്ടും നമുക്കത് വലിയൊരു സാധ്യത ഉണ്ടാക്കും. അതുകൊണ്ട് അപ്പം നമ്മളെ മുമ്പിൽ ഇപ്പം നിലവിൽ നോക്കുമ്പോൾ നമുക്ക് ഇന്ധന സാധ്യതകളില്ല. പിന്നെ എന്താണുള്ളത്? ജലവൈദ്യുത പദ്ധതിയും സോളാറും ഒക്കെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. കുറച്ച് കാറ്റാടിയും ആണുള്ളത് ഇപ്പോഴത്തെ സ്ഥിതി. ജലവൈദ്യുതി നേരത്തെ നിങ്ങൾ കാണിച്ചതുപോലെ നമുക്ക് അതിരപ്പള്ളി, പൂയംകുട്ടി, സൈലന്റ് വാലി തുടങ്ങി, കല്ലാർകുട്ടി, അതുപോലെ തന്നെ ടിൻ കല്ലാറ് തുടങ്ങി കുറേയേറെ പദ്ധതികൾ നമ്മൾ ആലോചിച്ചു. DPR തയ്യാറാക്കി, പരിസ്ഥിതി അനുമതി കിട്ടിയതിന് ശേഷവും ഉപേക്ഷിക്കപ്പെട്ടു. ഇങ്ങനെയൊക്കെ പല പദ്ധതികളിലും സംഭവിച്ചു. ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ അല്ലെങ്കിൽ മൈക്രോ പദ്ധതികൾ എന്ന രൂപത്തിൽ നമ്മൾ കുറച്ച് കണ്ടെത്തി. പക്ഷേ ഇത്തരത്തിലൊരു ക്രൈസിസിൽ അത് ഗുണകരമല്ല. അതിനെക്കൊണ്ട് യാതൊരു ഗുണവും കിട്ടില്ല. ഗുണകരമല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ഗുണവും കിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ചെറുകിട ജലവൈദ്യുത പദ്ധതികൾക്കൊന്നും സ്റ്റോറേജ് ഇല്ലല്ലോ. വേനൽക്കാലത്ത് കേരളത്തിൽ എവിടെയാണ് നദികളിൽ വെള്ളമുള്ളത്? കേരളത്തിൽ വേനൽക്കാലത്ത് ഒരു നദിയിൽ കൂടി വെള്ളം ഒഴുകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ജലവൈദ്യുത പദ്ധതി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ജലവൈദ്യുത പദ്ധതി മുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് പുറത്തുവിടുന്ന വെള്ളമല്ലാതെ പെരണീയലായി വെള്ളത്തിൻ്റെ സ്രോതസ്സുള്ള ഏതെങ്കിലും ഒരു നദി കേരളത്തിൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഒരു നദിയിലും വെള്ളം ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ ഈ ജലവൈദ്യുത പദ്ധതി ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ചാലക്കുടി പുഴയിൽ വെള്ളമുള്ളത്. ഇപ്പം നമ്മൾ പമ്പയിൽ പറയുമല്ലോ, പമ്പയിൽ ഭക്തന്മാർ വേനൽക്കാലത്തൊക്കെ ആണല്ലോ നമ്മൾ ശബരിമലയിൽ പോകുന്നതൊക്കെ. ഈ സമയത്ത് ഈ പമ്പാ നദിയിൽ വെള്ളം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ശബരിഗിരി പദ്ധതി, കക്കാട് പദ്ധതി, അതിൻ്റെ താഴെ മണിയാറ് തുടങ്ങി ഒരു പദ്ധതികളുടെ ഒരു ശൃംഖലയുടെ മേലുണ്ട്. അവിടെയൊക്കെയുള്ള ഡാമുകളിൽ നിന്നുള്ള വെള്ളം ഈ പറയുന്ന വേനൽക്കാലത്ത് അവിടെ നിന്ന് ഉൽപ്പാദനം നടന്ന് പുറത്തേക്ക് വരുന്നത് കൊണ്ടാണല്ലോ ഈ നദികളിലൊക്കെ ഉള്ളത്. ടർബൈനിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പം നമുക്ക് നമ്മളെ നദികളിൽ വേനൽക്കാലത്ത് സ്റ്റോർ ചെയ്താൽ മാത്രമേ വെള്ളമുള്ളൂ. സ്റ്റോറേജ് ഇല്ലാത്ത പദ്ധതികൾ ഉപയോഗിച്ച് നമുക്ക് വേനൽക്കാലത്തെ ഈ പ്രതിസന്ധി ഒന്നും പരിഹരിക്കാൻ കഴിയില്ല. മഴക്കാലത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയാണ് അവിടെ കിട്ടുക. അതായത് മഴക്കാലത്ത് മഴ പെയ്യുമ്പോൾ ഒഴുകി വരുന്ന വെള്ളം. പക്ഷെ പ്രശ്നം വെച്ചാൽ ആ സമയത്ത് ദേശീയ കമ്പോളത്തിലൊക്കെ കുറച്ച് വില കുറവുമാണ്, മൊത്തത്തിൽ ഡിമാൻഡ് കുറയുന്ന സമയത്ത്. അപ്പം ആ കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതിന് പകരം ഇവിടെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഒരു യൂണിറ്റ് എത്ര വൈദ്യുതി വില വരുന്നു എന്നൊക്കെ നോക്കി അതിൻ്റെ സാമ്പത്തിക ശാസ്ത്രം കൂടി പരിശോധിച്ചു കൊണ്ടല്ലാതെ ഇക്കാലത്ത് നമ്മൾ അക്കാര്യത്തിനകത്ത് ഇടപെടുന്നതിലും ചില പരിമിതിയുണ്ട്. അല്ലാണ്ട് ഇത് വളരെ എളുപ്പത്തിൽ ഇതാണ് ചെയ്യേണ്ടത് എന്ന രൂപത്തിലൊരു മറുപടി പറഞ്ഞു പോകാൻ പറ്റുന്ന പ്രശ്നമല്ല. അപ്പോൾ ഈ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ എക്കണോമിക്കലി ഫീസിബിൾ ആയിട്ടുള്ള പദ്ധതികളാണ് കേരളത്തിൽ ഏറ്റെടുക്കേണ്ടത്. അതിന് ഇപ്പോഴും ജലവൈദ്യുതി മേഖലയിൽ നമുക്ക് കുറേയും കൂടി സാധ്യതകളുണ്ട്. പക്ഷേ അതിനകത്തൊരു കൺസെൻസസ് ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ സാധിക്കൂ, അല്ലാതെ സാധിക്കില്ല. അത് നമുക്കൊരു വശത്ത്. പിന്നെ നമ്മുടെ മുമ്പിലുള്ളത് സോളാറാണ്. ഈ സോളാറിൻ്റെയും പ്രശ്നം എന്താ? പകൽ സമയത്തെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. പകൽ സമയത്ത് തന്നെ എല്ലാ സമയത്തും കിട്ടില്ല. രാവിലെ ഒരു 9 മണി മുതലാണ് ഉൽപ്പാദനം തുടങ്ങുക. ഒരു 12-1 മണി സമയത്ത് ഏറ്റവും കൂടുതലാവും. അത് കഴിഞ്ഞ് വീണ്ടും കുറഞ്ഞു വന്ന് വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്ക് കുറയുകയും ചെയ്യും. അപ്പം ഈ വൈദ്യുതി പകൽ സമയത്ത് തന്നെ ഉപയോഗിക്കപ്പെടുന്നില്ലെങ്കിൽ അത് വേസ്റ്റായി പോകുന്ന അവസ്ഥയുണ്ടാവും. ഇത് സ്റ്റോർ ചെയ്ത് വൈകുന്നേരത്തേക്ക് വെക്കാം. പക്ഷേ അവിടെ ബാറ്ററിയോ അല്ലെങ്കിൽ പമ്പ്ഡ് സ്റ്റോറേജോ സംവിധാനങ്ങൾ ഏതെങ്കിലും വേണം. ഗ്രിഡിലേക്ക് കൊടുത്താൽ ഇത് എവിടെയെങ്കിലും ഉപയോഗിക്കപ്പെടണമല്ലോ. പകല് ആ കിട്ടുന്ന വൈദ്യുതി പകൽ ഉപയോഗിക്കപ്പെടുന്നത് അല്ലേ പറ്റൂ. അപ്പം ഗ്രിഡിലേക്ക് അങ്ങ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രിഡ് എന്ന് പറയുന്നത് അവിടെ എത്രയാണോ ടോട്ടൽ ഡിമാൻഡ് ഉള്ളത് അത്രയും വൈദ്യുതി വരെ ആയാൽ ഗ്രിഡിലേക്ക് കൊടുക്കാം. ഇപ്പം നമുക്ക് പകൽ സമയത്ത് കേരളത്തിലെ ഗ്രിഡിൻ്റെ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഉപയോഗം എന്ന് പറയുന്നത് ഒരു 4500 മെഗാവാട്ട് വൈദ്യുതിയാണ് ഗ്രിഡിൽ മൊത്തത്തിൽ ഉപയോഗിക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സോളാർ കൊണ്ട് ഒരു 4500 മെഗാവാട്ടിന് മുകളിൽ ഉൽപ്പാദിപ്പിച്ച് ഗ്രിഡിലേക്ക് കൊടുക്കാനാകില്ല. ഗ്രിഡിന് അത്രയും
സ്വീകരിക്കാൻ കഴിയൂ. അതിന് സ്വീകരിക്കാനുള്ള ശേഷി കൂട്ടാനാണ് നിങ്ങൾ ബാറ്ററി സ്റ്റോറേജ് അതല്ലെങ്കിൽ പമ്പ്ഡ് സ്റ്റോറേജ് പോലത്തെ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ബാറ്ററി സ്റ്റോറേജ് പമ്പ്ഡ് സ്റ്റോറേജ് ഒക്കെ എന്താ പറയുക ആത്യന്തികമായ സൊല്യൂഷനാണോ എന്ന് ചോദിച്ചാൽ അവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ബസ് നിങ്ങൾ എടുക്കുക. ഒരു ബസ്സിന് 1 മെഗാവാട്ട് ബസ്സിന് ഏകദേശം 2.5 കോടി 3 കോടി ഉറുപ്പ്യേൻ്റെ അടുത്താണ് ഇപ്പം ചിലവ് വരുന്നത്. ഈ 2.5 കോടി 3 കോടി ഉറുപ്പ്യ ചിലവാക്കി കഴിഞ്ഞാൽ അതിനകത്ത് 1 യൂണിറ്റ് വൈദ്യുതി സംഭരിച്ച് വെച്ച് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി വരുന്ന ചിലവുണ്ടല്ലോ. കാരണം 10 കൊല്ലത്തേക്ക് ഒരു ബാറ്ററി നിൽക്കൂ, 10 കൊല്ലം കഴിയുമ്പോൾ ബാറ്ററി ഇല്ലാണ്ടാവും, അടുത്ത ബാറ്ററി വെക്കണം, അപ്പോഴേക്ക് പുതിയ സാങ്കേതിക വിദ്യയൊക്കെ വരട്ടെ. അപ്പം ഈ 10 കൊല്ലത്തേക്ക് ഈ 2.5 കോടി ഉറുപ്പിക എന്ന് പറയുന്ന സാധനം എന്താ, ഒരു കൊല്ലം ഒരു 25,000-30,000 രൂപ, അല്ല 25 ലക്ഷം 30 ലക്ഷം രൂപ ഓൾറെഡി ഒരു വർഷം ബാറ്ററിക്ക് ചിലവാകുന്നു. അതിൻ്റെ പലിശയും കൂടി കൂട്ടണം. അങ്ങനെ വരുമ്പോൾ ഒരു 30-35 ലക്ഷം രൂപ ബാറ്ററി ചിലവ് വരുന്നുണ്ട്. ആ ബാറ്ററി വരുന്ന 1 മെഗാവാട്ട് എന്ന് പറഞ്ഞാൽ 1000 യൂണിറ്റാണ് ഒരു ദിവസം നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുക. 365 ദിവസം ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റിക്കോളണം നിർബന്ധമില്ല. 365 ദിവസം സ്റ്റോർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് എത്രയാ, ഒരു 3,65,000 യൂണിറ്റ് വൈദ്യുതിയാണ്. 3,65,000 യൂണിറ്റ് വൈദ്യുതി സ്റ്റോർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ 30 ലക്ഷം ഉറുപ്പ്യ ചിലവാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 യൂണിറ്റ് വൈദ്യുതി സ്റ്റോർ ചെയ്യാൻ എത്ര ഉറുപ്പ്യ ചിലവാക്കിയിട്ടുണ്ടാവും? ഏകദേശം 10 ഉറുപ്പ്യേൻ്റെ അടുത്ത് ചിലവാക്കിയില്ലേ? 3 ഉറുപ്പ്യക്ക് സോളാറിൽ നിന്ന് വൈദ്യുതി കിട്ടുന്നു. അത് സ്റ്റോർ ചെയ്യാൻ 10 ഉറുപ്പ്യ ചിലവാക്കി സ്റ്റോർ ചെയ്തിട്ട് വൈകുന്നേരം അത് തിരിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി വൈകുന്നേരം തിരിച്ച് കിട്ടുന്ന വൈദ്യുതിൻ്റെ വില എത്രയാണ്? 13 ഉറുപ്പ്യ അല്ലേ? ഇതിനകത്ത് ചില എക്കണോമിക്സ് ഒന്നിലേറെ തവണ ഒരു ദിവസം തന്നെ സ്റ്റോർ ചെയ്യുക തുടങ്ങിയിട്ടുള്ള സാധ്യതകളൊക്കെ ചിലപ്പോൾ പരിശോധിച്ചാൽ കുറച്ചുകൂടി കുറയുമായിരിക്കും. ഞാൻ ഇത് എക്സാക്റ്റ് കണക്കല്ല, സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. അപ്പം ഈ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഒരു ചിലവില്ലാത്ത പണിയാണ് എന്ന രൂപത്തിൽ ആളുകൾ കാണാൻ പറ്റില്ല. എങ്കിലും കേന്ദ്ര ഗവൺമെൻറ് ഇതിനകത്ത് കുറച്ച് ക്യാപിറ്റൽ സബ്സിഡിയും കാര്യങ്ങളൊക്കെ തരുന്നത് കൊണ്ട് നമ്മൾ 1500 മെഗാവാട്ട് അവർ സ്റ്റോറേജ് കപ്പാസിറ്റിക്കുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ വരുന്ന ഒരു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തോടു കൂടി പൂർത്തിയാകും. ഇത് നമുക്ക് ഈ വേനൽക്കാലത്തിന് മുമ്പ് പൂർത്തിയായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ വേനൽക്കാലത്തിന് മുമ്പ് പൂർത്തിയാക്കാൻ ശ്രമം നമ്മൾ നടത്തി. KSEB ആ കമ്പനികളോട് ഒരു പ്രത്യേക ഇൻസെൻറ്റീവും പ്രഖ്യാപിച്ചു, നിങ്ങൾ തയ്യാർ. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ദേശീയ അടിസ്ഥാനത്തിൽ പവർ ട്രാൻസ്ഫോമറുകളുടെ ലഭ്യത കുറവുണ്ടായതുകൊണ്ട് അവർക്ക് ഏറ്റെടുത്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ ബാറ്ററി സ്റ്റോറേജ്, പിന്നെ പമ്പ്ഡ് സ്റ്റോറേജും ഇതുപോലെ തന്നെ ചിലവേറിയൊരു പ്രവർത്തനമാണ്. ഇത്തരത്തിലുള്ള നിരവധി സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് സോളാർ കപ്പാസിറ്റി അങ്ങനെയൊക്കെ വർദ്ധിപ്പിച്ചാലും നിങ്ങൾക്ക് സോളാർ ഒരു 8,000 മെഗാവാട്ട് വരെയൊക്കെ എത്തിക്കാൻ പറ്റും. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഈ മെഗാവാട്ടിൽ മാത്രം പവർ സ്റ്റേഷൻ പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. 1 മെഗാവാട്ട് കൽക്കരി നിലയം നിങ്ങൾക്ക് ഒരു വർഷം 8 മില്യൺ യൂണിറ്റ് കറണ്ട് തരും. 1 മെഗാവാട്ട് സോളാർ നിലയം നിങ്ങൾക്ക് തരിക 1.5 മില്യൺ യൂണിറ്റ് കറണ്ടേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു കൽക്കരി നിലയത്തിൻ്റെ 1/6 വൈദ്യുതിയെ 1 മെഗാവാട്ട് ശേഷിയുള്ള വൈദ്യുതി തരൂ. അപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ 1000 മെഗാവാട്ടിൻ്റെ കൽക്കരി നിലയം എന്ന് പറയുന്നത് ആവശ്യമാണ്. ഇതിനകത്ത് നിന്ന് കിട്ടുന്ന അത്രയും വൈദ്യുതി വേണമെങ്കിൽ 6000 മെഗാവാട്ടിൻ്റെ സോളാർ നിലയം വെക്കണം. അപ്പം നമ്മുടെ എല്ലാ ആവശ്യവും സോളാർ കൊണ്ട് പരിഹരിച്ച് കളയാം എന്ന് ചിന്തിച്ചാൽ പ്രായോഗികമായി നടക്കുന്നതല്ല. അപ്പം നമുക്ക് കേരളത്തിൻ്റെ ഉള്ളിൽ കേരളത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന എല്ലാ ഊർജ്ജാവശ്യതയും ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് പരിഹരിക്കണം, സ്വയം പര്യാപ്തമാവണം എന്ന് തീരുമാനിച്ചാൽ ഇന്നത്തെ സാഹചര്യത്തിൽ എളുപ്പമല്ല. മാത്രമല്ല അതങ്ങനെ തന്നെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതും ഗുണകരമല്ല. കാരണം അത് ഇപ്പം ഇന്ധന ലഭ്യതയുള്ള ഒറീസയിലോ ജാർഖണ്ഡിലോ ബീഹാറിലോ അവിടുത്തെ കൽക്കരി നിലയങ്ങൾ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല. അപ്പം നമ്മൾ അതുകൊണ്ടാണ് കോൾ ലിങ്കേജ് ചോദിക്കുന്നത്. അതെ, നമ്മൾ ഒറീസയിൽ ഒരു പദ്ധതി ഉണ്ടാക്കുന്നതിന് വേണ്ടി കോൾ ലിങ്കേജ് ചോദിച്ചിരുന്നു. കോൾ ലിങ്കേജ് നമുക്ക് അന്ന് അനുവദിച്ചു. പക്ഷേ അതിനകത്ത് ആ കോൾ ലിങ്കേജ് അനുവദിച്ച് 2008 അനുവദിച്ച് നമ്മളവിടെ കമ്പനി ഉണ്ടാക്കി ആ കോൾ ലിങ്കേജ് അനുവദിച്ചു. 2011 കൂടി അവിടുത്തെ സർവേ നടത്തണമല്ലോ, എൻവയോൺമെൻറ്റ് അസസ്മെൻറ്റ് നടത്തണം, അതുപോലെ തന്നെ റിമോട്ട് സർവേ നടത്തണം. അതിനുവേണ്ടി ഒരു പ്രത്യേക സ്പെഷ്യൽ തഹസിൽദാരെ അവിടെ നിയമിച്ച് ആ പ്രവർത്തനം നടത്തി അവർക്ക് കൊടുക്കേണ്ട കോമ്പൻസേഷൻ അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിച്ചു. 2011 അടുത്ത് പക്ഷേ ജനാധിപത്യ ഗവൺമെൻറ് പോയി. 11 പോയതിന് ശേഷം പിന്നെ ആ കോൾ ലിങ്കേജ് എന്ന് പറയുന്ന സാധനത്തിനകത്ത് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നിങ്ങളൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാർ ക്യാൻസൽ ചെയ്തു. കാരണം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി തീരുമാനം ഉണ്ടാവണ്ടേ. ഗവൺമെൻറ് പോളിസിയിൽ അതൊരു പ്രശ്നമായി തീർന്നു. അതാണ് നമുക്ക് നഷ്ടം. ഇപ്പോഴും നമ്മൾ പുതിയ കോൾ ലിങ്കേജ് ഒറീസയിൽ മാത്രമല്ല ജാർഖണ്ഡിൽ ബീഹാറിലൊക്കെ ഉള്ള എവിടെയെങ്കിലും നമുക്ക് കോൾ ലിങ്കേജ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈ പറയുന്നത് പോലെ നമുക്ക് വലിയ പ്രയാസമില്ലാതെ പുതിയൊരു സാങ്കേതിക വിദ്യ വരുന്നു എന്ന് വയ്ക്കുക. നേരത്തെ നമ്മൾ
ചൂണ്ടിക്കാണിച്ച പോലെ ആണവ സാധ്യത ഉപയോഗിക്കാൻ പറ്റുന്ന തോറിയത്തിൻ്റെ സാധ്യത ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ സാങ്കേതിക വരാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രോട്ടോടൈപ്പ് വിജയിച്ചിട്ടുണ്ട്. ചിലപ്പോൾ സാങ്കേതിക വിദ്യയിൽ വരുന്ന മാറ്റങ്ങൾ വളരെ പെട്ടെന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വരുന്ന 1-2 വർഷത്തിനുള്ളിൽ അങ്ങനെ ഒരു സാങ്കേതിക വിദ്യ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായി മാറും. കാരണം നമ്മളെ മുമ്പിൽ അത്രയ്ക്ക് വലിയ സാധ്യത തോറിയത്തിൻ്റെ കാര്യത്തിലുണ്ട്. അപ്പം ഭാവി എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഒരു 25 കൊല്ലത്തേക്കൊക്കെ പ്ലാൻ ചെയ്യാമെന്ന് പണ്ടൊക്കെ പറയുമായിരുന്നു. ഇപ്പം അങ്ങനെ പ്ലാൻ ചെയ്യാനാവില്ല. കാരണം നമ്മളെ സാങ്കേതിക വിദ്യ മാറിക്കൊണ്ടിരിക്കുന്നത് 6 മാസം 3 മാസം കൊണ്ടാണ്. അപ്പം പ്ലാനിങ് ദീർഘകാലം എന്ന് പറഞ്ഞാൽ 4-5 കൊല്ലമാണ് ഇപ്പോഴത്തെ ദീർഘകാലം. ഹ്രസ്വകാല പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-5 മാസമാണ്. അപ്പം നമ്മുടെ പ്ലാനിങ്ങിൻ്റെ സ്വഭാവത്തിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഒരു വൈദ്യുതി ആവശ്യകത ഡിറ്റക്ട് ചെയ്ത് നമ്മൾ 2040 വരെയുള്ള വൈദ്യുതി ആവശ്യകതയെ സംബന്ധിച്ചുള്ള ഏകദേശ കണക്ക് നമുക്കുണ്ട്. അത് വെച്ച് നമ്മളൊരു റിസോഴ്സ് അഡിക്വസി പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിന് ഉള്ളിൽ എത്ര ഉൽപ്പാദിപ്പിക്കാൻ കഴിയും, കേരളത്തിന് പുറത്ത് വിവിധ സ്ഥലങ്ങളിൽ നമുക്ക് ഏതൊക്കെ രൂപത്തിലുള്ള പുതിയ പദ്ധതികളിൽ നിന്ന് വൈദ്യുതി ടൈപ്പ് ചെയ്യാൻ കഴിയും, ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു ഏകദേശ ധാരണ നമുക്കുണ്ട്. ഈ ഏകദേശ ധാരണയിൽ കാലാകാലങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തി പ്രശ്നരഹിതമായി പോകാൻ കഴിയുന്ന സാധ്യത ഇപ്പോഴും ഉണ്ട്. ഇപ്പം വന്നിട്ടുള്ള പ്രതിസന്ധിയും ഈ സമയത്തല്ലായിരുന്നു എങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാതെ പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം ഈ ഊർജ്ജ പ്രതിസന്ധി നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ഒരു മാർച്ച് അവസാനത്തോടു കൂടിയാണല്ലോ പാചകവാത പ്രതിസന്ധി ഉണ്ടാകുന്നത്. ഏപ്രിൽ ആദ്യവാരത്തോടു കൂടി ഇത് ഒരു വൈദ്യുതി പ്രതിസന്ധിയായി രൂപപ്പെടും എന്ന് KSEB മനസ്സിലാക്കി. പക്ഷേ പെട്ടെന്ന് എന്തെങ്കിലും KSEB ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം ഇപ്പം ഞാനൊരു തീരുമാനം എടുക്കുന്നു, ഞാനാണ് KSEBയിലെ ഇത് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥനിക്ക് ഞാനൊരു തീരുമാനം എടുക്കുന്നു. ഇത്തരം ക്രൈസിസ് ഘട്ടത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ശരിയായിക്കണം നിർബന്ധമൊന്നുമില്ല. കാരണം അതിനകത്ത് അപ്പുറവും ഇപ്പുറവും സാധ്യതയുണ്ട്. നമ്മളൊരു വിശ്വാസത്തിൻ്റെ പുറത്തിറങ്ങി തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ നമുക്ക് ആ തീരുമാനത്തിൻ്റെ ഭാഗമായി ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന ഉറപ്പ് എപ്പോഴും പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ്. കാരണം നമ്മൾ എടുക്കുന്നൊരു തീരുമാനം ഗുഡ് ഫെയ്ത്തിലാണ് എടുത്തതെങ്കിൽ അതിന് നിങ്ങൾക്ക് ഒരു റാറ്റിഫിക്കേഷൻ ഉണ്ടാകും എന്നത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെയും കൂടി ഉറപ്പിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇല്ല. ഗവൺമെൻറ് ഉണ്ട്, ശരിയാ. പക്ഷേ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പുതിയ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഗവൺമെൻറ്റിനെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ആക്ട് ചെയ്യാൻ പറ്റൂ. അപ്പം അതിനകത്ത് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അനിശ്ചിതത്വമുണ്ട്. അവർക്ക് അങ്ങനെ തീരുമാനങ്ങൾ എടുത്തു പോകാൻ കഴിയില്ല. അങ്ങനെ വരുമ്പം അവർ കൃത്യമായി റെഗുലേറ്ററി കമ്മീഷൻ്റെ ഉത്തരവും ഒക്കെ കിട്ടിയതിന് ശേഷം മാത്രമേ ആക്ട് ചെയ്യാൻ പറ്റൂ എന്നൊരു അവസ്ഥയിലേക്ക് എത്തുന്നു. അതുകൊണ്ട് ഏപ്രിൽ 8-ാം തീയതി അവർ പെറ്റീഷൻ സമർപ്പിച്ചു. ഏപ്രിൽ 22-ാം തീയതി പബ്ലിക് ഹിയറിംഗ് വെച്ചു. 26-ാം തീയതി, കാരണം ഇതിന് നടപടിക്രമങ്ങളുണ്ട്, 24-ലേക്ക് പബ്ലിക് ഹിയറിംഗ് പിന്നെ മാറ്റിവെച്ചു. 26-നാണ് ഉത്തരവ് വരുന്നത്. ഇത് ഏപ്രിൽ 8-ൻ്റെ ആ പ്രശ്നം അന്നൊരു തീരുമാനം പെട്ടെന്ന് എടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, ഒരു 10 ദിവസം മുമ്പെങ്കിലും തീരുമാനം എടുത്തിരുന്നെങ്കിൽ, ചിലപ്പം ഉത്തരേന്ത്യയിൽ ഈ പ്രതിസന്ധി എത്തുന്നതിന് മുമ്പ് തീരുമാനിച്ചിരുന്നെങ്കിൽ നമുക്ക് അപ്പം തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ചില സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. ആ സാധ്യതകൾ ഇപ്പം നമ്മുടെ മുമ്പിൽ ഇല്ലാണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ പുതിയ സാധ്യതകൾ തേടുകയാണ്. അതെ, പഞ്ചാബിൽ മാത്രമല്ല, ഉത്തരേന്ത്യ മൊത്തം പ്രതിസന്ധിയാണല്ലോ. അപ്പം ഇതാണ് പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ഒരു സമയത്തല്ലായിരുന്നുവെങ്കിൽ, കേരളം ഇപ്പോൾ ഒരു മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിൻ്റെ ഒരു കാലഘട്ടത്തിലല്ലായിരുന്നു എങ്കിൽ ഇങ്ങനെയൊരു എന്താ പറയുക ചർച്ചയ്ക്ക് പോലും സാധാരണഗതിയിൽ സാധ്യതയില്ലാത്ത രൂപത്തിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇത്തരം ഒരു സാഹചര്യത്തിലായി എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഇതെങ്ങനെയാണ് ഇതൊരു കുഴപ്പം ആക്കി തീർക്കുക എന്നൊരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു കാര്യം, ഇപ്പോൾ സാധാരണ നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി അത് പൂർണ്ണമായി ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് പ്രസരണ നഷ്ടം. ഒരു കാലത്ത് KSEB നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്ന് പ്രസരണ നഷ്ടമാണ്. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയുടെ ഒരു വലിയ ശതമാനം അത് ഉപഭോക്താവിൻ്റെ കയ്യിലെത്തുമ്പോൾ പല ഘട്ടങ്ങളിൽ പല ഇടങ്ങളിൽ വെച്ചത് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ഇപ്പം ആ പ്രസരണ നഷ്ടം പഴയതുപോലെ ഇല്ലല്ലോ. എനിക്ക് തോന്നുന്നത് അത് കുറേയൊക്കെ KSEB ഇതിനകത്ത് KSEBയുടെ നേട്ടങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പം നമ്മൾ നോക്കൂ, കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ? കേരളത്തിൻ്റെ പ്രത്യേകതയും മറ്റ് സംസ്ഥാനങ്ങളെയും തമ്മിൽ നമ്മളൊന്ന് വെറുതെ താരതമ്യം ചെയ്യും. ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് ചെന്നാൽ നിങ്ങൾക്ക് ഒരു ക്ലസ്റ്റർ ഓഫ് ഹൗസസ് ആണ് അല്ലേ? അത് കഴിഞ്ഞ് കുറേ പാടങ്ങളും ഒക്കെ കഴിഞ്ഞ് അടുത്തൊരു ക്ലസ്റ്ററാണ്. ഹാബിറ്റേഷൻ പാറ്റേൺ ക്ലസ്റ്റേർഡാണ്. കേരളത്തിലെ ഹാബിറ്റേഷൻ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു പുരയിടം അതിനകത്തൊരു വീട്, അടുത്ത പുരയിടം അതിനകത്തൊരു വീട്, അങ്ങനെ വളരെ എന്താ പറയുക ഡിസ്ട്രിബ്യൂട്ടഡ് ഹാബിറ്റേഷനാണ്, ക്ലസ്റ്റേർഡ് അല്ല.
അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിക്കണമെങ്കിൽ അതിലൂടെയൊക്കെ ലൈന് വലിച്ചു കൊണ്ടുപോയി വൈദ്യുതി എത്തിക്കണം. തമിഴ്നാട്ടിലോ ഒരു ട്രാൻസ്ഫോമർ വെച്ചാൽ അതിൻ്റെ കവർ ഉണ്ടല്ലോ, കറുത്ത വയറ് കൊടുത്താൽ തന്നെ ഏകദേശം എല്ലാ വീട്ടിലെത്തും. കുറച്ച് ദൂരം മാത്രം ലൈൻ വലിച്ചാൽ മതി. അതുകൊണ്ട് അവിടെ തമിഴ്നാട്ടിലല്ല ഉത്തരേന്ത്യയിലായാലും എല്ലായിടത്തും ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ലൈനിൻ്റെ ലെങ്ത് വെച്ചാൽ വളരെ കുറവ് മതി. കേരളത്തിൽ നമ്മുടെ നാട്ടും എല്ലാ പ്രദേശത്തു കൂടിയും ഡിസ്ട്രിബ്യൂഷൻ ലൈൻ വേണം. മാത്രമല്ല നമ്മളെ ഇടുക്കിയിലെ മടമടക്ക് മുതൽ അട്ടപ്പാടിയിലെ ഊര് വരെയുള്ള എല്ലാ സ്ഥലത്തും വൈദ്യുതി വലിച്ച് വൈദ്യുതി എത്തിച്ചു, സമ്പൂർണ്ണ വൈദ്യുതി കൈവരിച്ചു. ഇതിൻ്റെ സ്പ്രെഡ് കേരളത്തിൻ്റെ നൂക്ക് ആൻഡ് കോർണറിലേക്ക് സ്പ്രെഡ് എത്തി. അതുകൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ ലൈന് വളരെ വാസ്റ്റാണ് കേരളത്തിൽ. മറ്റ് പല സംസ്ഥാനങ്ങളിൽ ഇത്രയും വൈദ്യുതി കൊടുക്കാൻ ഇത്ര വലിയ ഡിസ്ട്രിബ്യൂഷൻ ലൈൻ ആവശ്യമില്ല. 2, കേരളത്തിലെ വെജിറ്റേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ ഈ ഓവർഹെഡ് ലൈന് മുഴുവൻ പോകുന്നത് നമ്മൾ തെങ്ങിൻ തോപ്പ് കൂടിയും കവുങ്ങിൻ തോപ്പ് കൂടിയും റബ്ബർ തോട്ടത്തിൽ കൂടിയും മുഴുവൻ മരങ്ങൾക്കിടയിൽ കൂടി പോവുകയാണ്. ഈ മരമൊക്കെ വന്ന് ഇതിനെ പോലെ തട്ടി വൈദ്യുതി പ്രസരണ നഷ്ടവും വിതരണ നഷ്ടവും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റ് സംസ്ഥാനങ്ങൾ അങ്ങനെയല്ലല്ലോ. ഇങ്ങനെ ഇരിക്കുമ്പോൾ കേരളത്തിലെ വൈദ്യുതി വിതരണ നഷ്ടം ഇന്ത്യയിലെ ഏറ്റവും വലുതായിരിക്കണ്ടേ? പക്ഷേ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വൈദ്യുതി വിതരണ നഷ്ടമുള്ള സംസ്ഥാനമാണ് കേരളം. അത് കാര്യക്ഷമമായി KSEB ഇടപെട്ടതുകൊണ്ടുണ്ടായതാ. അപ്പം കേരളത്തിലെ വൈദ്യുതി ശൃംഖലയിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല, ഇതാകെ കുഴപ്പത്തിലാണ് എന്ന് ചിലർ പറയുമല്ലോ. KSEB വൈദ്യുതി ശൃംഖലയിൽ ഇപ്പോഴുള്ള പ്രസരണ AT&C ലോസ് എന്ന് പറയുക. AT&C ലോസിൽ 2 ഘടകമുണ്ട്: അഗ്രിഗേറ്റ് ടെക്നിക്കൽ ആൻഡ് കമേഴ്സ്യൽ ലോസസ്. കമേഴ്സ്യൽ ലോസസ് എന്നാൽ വൈദ്യുതി ബില്ലടയ്ക്കാതിരിക്കുക, അതുപോലെ തന്നെ ആളുകൾ മോഷ്ടിക്കുക തുടങ്ങിയ സാധനങ്ങൾ. ഇത് എല്ലാം കൂടി ചേർത്തിട്ടുള്ള AT&C ലോസ് എന്ന് പറയുന്ന സാധനം 7.5% താഴെയാണ് കേരളത്തിൽ. ഇന്ത്യയിൽ അത് 18%. 13 അല്ലല്ലോ, നമ്മൾ 22% ഉണ്ടായിരുന്ന സമയമുണ്ട്. ആ സമയത്തിൽ നിന്ന് നമ്മൾ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്, അതിൻ്റെ ഭാഗമായി ഡിസ്ട്രിബ്യൂഷൻ മേഖലയിലും ട്രാൻസ്മിഷൻ മേഖലയിലും നടത്തിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ. ഇപ്പം കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 10,000 കോടി രൂപയുടെ ട്രാൻസ്ഗ്രിഡ് പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയതിൻ്റെ ഭാഗമായിട്ട് ട്രാൻസ്മിഷൻ നെറ്റ്വർക്ക് 220 kV നിന്നും 400 kV ആയിട്ട് ഉയർത്തപ്പെട്ടു. നമ്മൾ 10-17 220 kV സബ്സ്റ്റേഷൻ 5 400 kV സബ്സ്റ്റേഷനുള്ള രൂപത്തിലേക്ക് കേരളം മൊത്തത്തിൽ മാറി. കേരളത്തിൽ എല്ലാ പ്രദേശങ്ങളിലേക്കും ട്രാൻസ്മിഷൻ ലൈനുകൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന അവസ്ഥയുണ്ടായി. കേരളത്തിലെ വിതരണ മേഖലയിൽ നമ്മൾ ദ്യുതി എന്ന് പറയുന്നൊരു പുതിയ പ്രോജക്റ്റ് അവതരിപ്പിച്ചു. ആ ദ്യുതി പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 5,000-6,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് ഉണ്ടായത്. ഇപ്പോൾ കേരളത്തിൽ ഏകദേശം 1 ലക്ഷത്തിലേറെ ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്. 2016 ഏകദേശം 60-65,000 ട്രാൻസ്ഫോമേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനകത്ത് ഏകദേശം ഇരട്ടിയായിട്ടില്ല എങ്കിലും 10 കൊല്ലം കൊണ്ടാണ് 50 മുതൽ 2016 വരെയുള്ള കാലത്ത് ഉണ്ടായിട്ടുള്ളതിൻ്റെ നേരെ ഇരട്ടിയുടെ അടുത്ത് ട്രാൻസ്ഫോമർ കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് ഇവിടെ എത്തുകയാണ്. അപ്പം ഈ വൈദ്യുതി വിതരണ മേഖലയിലും വൈദ്യുതി പ്രസരണ മേഖലയിലും ഉണ്ടാക്കിയിട്ടുള്ള ഈ വലിയ നേട്ടം കൂടിയാണ് യഥാർത്ഥത്തിൽ കേരളത്തിന് ലോഡ് ഷെഡിങ്ങും പവർ കട്ടില്ലാത്ത അവസ്ഥയ്ക്ക്. അതായത് ഇവിടേക്ക് വരുന്ന വൈദ്യുതി, ഈ നഷ്ടം കുറയുന്നത് ഇവിടെ ആളുകൾക്ക് വിതരണം ചെയ്യാൻ കിട്ടുന്ന വൈദ്യുതിയായി മാറുകയല്ലേ. അപ്പം അതൊക്കെ ഘടകമാണ്. 2016 കേരളത്തിലെ വൈദ്യുതി ഡിമാൻഡ് എന്ന് പറയുന്നത് 3860 മെഗാവാട്ടാ പീക്ക് ഡിമാൻഡ്. 15-16 അതായത് കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ അവസാന വർഷത്തിലെ LCS സർക്കാർ വരുന്നതിന് തൊട്ട് മുമ്പ് 15-16 എന്ന് പറഞ്ഞാൽ 16 മാർച്ച് മാസം അവസാനിക്കുന്ന 15-16 പീക്ക് ഡിമാൻഡ്, അന്നത്തെ ഏറ്റവും വലിയ ഡിമാൻഡ് 3860 മെഗാവാട്ടാ. ഇപ്പം നമ്മൾ 6157 മീറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ 2500 മെഗാവാട്ടോളം ഈ കാലഘട്ടത്തിൽ അഡീഷണൽ മീറ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിയെന്നാണ്. ഈ പറയുന്ന 2500 മെഗാവാട്ട് മീറ്റ് ചെയ്യാൻ കഴിയുന്ന സാധനത്തിനകത്ത് ഈ പറയുന്ന ഈ ഒരു ചെറിയ പ്രതിസന്ധി ഇവിടെ ഉണ്ടാകുമ്പോൾ ഉടൻ തന്നെ ഈ മീഡിയ എല്ലാം കൂടി പറയുന്നത് ഇടക്കാലത്ത് റെഗുലേറ്ററി കമ്മീഷൻ ഒരു 465 മെഗാവാട്ട് റദ്ദാക്കിയല്ലോ 2023. ആ 465 മെഗാവാട്ട് ഉള്ളത് കൊണ്ടായിരുന്നു 10 കൊല്ലവും ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഇല്ലാതിരുന്നു. അതായത് 2500 മെഗാവാട്ട് നമ്മുടെ കൺസംഷൻ വർദ്ധിച്ചിട്ട് നമ്മൾ യാതൊരു പ്രതിസന്ധിയും ഇല്ലാതെ പോകുമ്പോൾ നോക്കൂ, അത് മുഴുവൻ എൻ്റെ 465 കൊണ്ടായിരുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ലോജിക്ക് നമ്മൾ കാണേണ്ടതല്ലേ. അപ്പം ഈ ഒരു പ്രശ്നമുണ്ട്. വസ്തുതകളെ വസ്തുതകളായി കാണാനും ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളായി കാണാനും കുറേയും കൂടി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് പോകേണ്ടതുണ്ടെങ്കിൽ അത് പോകണം. അതിനകത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ചൂണ്ടിക്കാണിക്കാനൊക്കെ നമ്മൾ മീഡിയ തയ്യാറാവേണ്ടതായിരുന്നു. പക്ഷേ പലപ്പോഴും ആ നിലയ്ക്കല്ല അവർ കാര്യത്തെ കാണുന്നത്. എനിക്ക് തോന്നുന്നേ ഇപ്പം നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ നമ്മൾ ഈ വൈദ്യുതി പ്രതിസന്ധി ഓരോ വീടുകൾ അനുഭവിക്കുന്നുണ്ട്, ഒരു വ്യക്തി അനുഭവിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാവരും മനസ്സിലും നാളെ എന്ത് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ നമ്മൾ ഈ KSEBിയിലേക്ക് മാത്രം നോക്കാതെ നമ്മളിലേക്കും കൂടെ ഒന്ന് നോക്കേണ്ടതില്ലേ? നമുക്കൊരുപാട് കാര്യങ്ങൾ സേവ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ചും വൈദ്യുതി ക്ഷമത എന്ന് പറയുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും വൈദ്യുതി ക്ഷമതയുള്ള ഉപകരണങ്ങൾ നമ്മൾ വർഷങ്ങളായിട്ട് ഇപ്പോൾ എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ ആവട്ടെ, അനർട്ട് ആവട്ടെ, KSEB നേരിട്ടും പിന്നെ അതുപോലെ പരിഷത്ത് പോലുള്ള സംഘടനകളാവട്ടെ, പൊതുപ്രവർത്തകരും നമ്മുടെ സ്കൂളുകളിലെ ഊർജ്ജ ക്ലബ്ബുകൾ വഴി പാഠ്യപദ്ധതി വഴിയൊക്കെ ഈ പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ അത് വേണ്ടത്ര അങ്ങോട്ട് എത്തിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് എന്താണ് ശരിക്കും നമ്മളൊരു വീടുകളിൽ നമ്മളെ കൊണ്ട് പ്രാഥമികമായി ഈ രംഗത്ത് ചെയ്യാൻ കഴിയുന്ന 1-2 ടിപ്സുകൾ എന്തൊക്കെയാണ്? ഇതിനകത്ത് ഒന്ന് നമ്മൾ കാണേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഉപകരണങ്ങൾ ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. ഉപകരണങ്ങൾ കാര്യക്ഷമമായി, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ AC ഉപയോഗിക്കേണ്ടെന്നല്ല. AC ഉപയോഗിക്കുമ്പോൾ 22 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വേണോ, 23 വേണോ, 25 വേണോ, 26 വേണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുക, നമുക്ക് കംഫർട്ടബിളായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ടെമ്പറേച്ചർ 26-27 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. കാരണം മനുഷ്യനൊരു ഉഷ്ണരത്ന ജീവിയാണ്. അതിനെക്കാട്ടും വളരെ കുറഞ്ഞ തണുപ്പിലേക്ക് വന്ന് കംപ്ലീറ്റ് മൂടി പൊതിച്ച് കിടക്കേണ്ട യാതൊരു കാര്യമില്ല. 27 ഡിഗ്രി, അങ്ങനെ 22 ഡിഗ്രിക്ക് പോയാൽ 27 ഡിഗ്രി ആക്കിയ 5 ഡിഗ്രി സെൻറ്റിഗ്രേഡിൻ്റെ വ്യത്യാസം ഉണ്ടാക്കുന്ന വൈദ്യുതി ഉപഭോഗത്തിലെ വ്യത്യാസം എന്ന് പറയുന്ന സാധനം ഒരു 30%. ചെറിയ വ്യത്യാസമല്ല. നമ്മൾ ഫ്രിഡ്ജുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഫ്രിഡ്ജിൽ ഇടയ്ക്കിടയ്ക്ക് തുറക്കുക അടയ്ക്കുകയും ചെയ്യരുതെന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ സാധനങ്ങൾ മുഴുവൻ കണ്ടെയ്നറുകൾ പോലത്തെ പാത്രങ്ങളിലാക്കി അടച്ച് വെച്ച് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. തുറന്നാലും അതിനകത്ത് നിന്ന് എയർ പുറത്തു പോകാനുണ്ടാകില്ല. അപ്പം നമുക്ക് നഷ്ടം വരുന്നത് കുറയും. ഒരു ഫ്രിഡ്ജിൽ സാധനം വളരെ കുറച്ച് വയ്ക്കുന്നതാണോ നിറച്ച് വയ്ക്കുന്നതാണോ നല്ലത് എന്നൊരു ചോദ്യം ചിലപ്പോൾ ഉണ്ടാവുമല്ലോ. കുറച്ച് വെച്ചാൽ ബാക്കി സ്ഥലം മുഴുവൻ എയറായിരിക്കും. ഇത് തുറക്കുമ്പോൾ എയർ, തണുത്ത എയർ മുഴുവൻ പുറത്തു വരും, ചൂടുള്ള എയർ ഉള്ളിൽ കയറും. നിറച്ച് വെച്ചാൽ കുറച്ച് വെക്കുന്നതിനേക്കാൾ കുറഞ്ഞ എനർജിയെ ഉപയോഗിക്കൂ. തുടക്കത്തിൽ തണുപ്പിക്കാൻ കുറച്ച് എനർജി കൂടുതൽ ഉപയോഗിക്കുമെങ്കിൽ പോലും മൊത്തത്തിൽ എഫിഷ്യൻ്റായി വർക്ക് ചെയ്യുക കുറച്ച് വെക്കുമ്പോഴാണ്. നമുക്ക് ആവശ്യമില്ലാത്ത പല ഉപകരണങ്ങളും നമ്മൾ ചിലപ്പം, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ബാത്റൂമിൽ പോകുന്നു, ലൈറ്റ് ഇടുന്നു, തിരിച്ചിറങ്ങി പോരുന്നു, അങ്ങനെയും പോകുന്നു, അത് ഓഫാക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്ന് പറയുന്നൊരു പ്രവർത്തനമില്ലേ? നമ്മൾ ഒരാൾ ഇരിക്കാത്ത സ്ഥലത്ത് നമ്മൾ ഫാനിട്ട് ഇരിക്കുന്നു, നമ്മൾ എഴുന്നേറ്റങ്ങ് പോകുമ്പോൾ അതൊന്ന് ഓഫാക്കി പോകണ്ടേ? ഇങ്ങനെ നമുക്കൊക്കെ ഓരോരുത്തർക്കും ശ്രദ്ധിച്ചാൽ മാത്രം നമ്മുടെ വൈദ്യുതി ഉപഭോഗത്തിൽ വരുത്താൻ പറ്റുന്ന ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് മാത്രമൊന്നുമല്ല, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു പൈപ്പ് ഉപയോഗിക്കുന്നതിൽ വെള്ളം ഉപയോഗിച്ച് കൈ കഴുകുന്നത്, ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് കൈ കഴുകുന്നതും പൈപ്പിന് താഴെ പിടിച്ച് കൈ കഴുകുന്നതും തമ്മിൽ തന്നെ വെള്ളം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ വെള്ളമല്ല ഉപയോഗിക്കുന്നത്, വൈദ്യുതിയാണ്. കാരണം മുകളിലേക്ക് ടാങ്കിൽ അടിച്ച് കയറ്റുന്ന വെള്ളമാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഊർജ്ജ ഉപഭോഗത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ ഓരോന്നും ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകാൻ പറ്റില്ലെങ്കിലും നമുക്ക് നമ്മുടെ ജനങ്ങൾക്കിടയിൽ അത്തരത്തിലൊരു വലിയ അവബോധം ഉണ്ടാക്കുന്നതിന് നല്ല ശ്രമം എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററിൻ്റെയും നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ശാസ്ത്ര സംഘടനകളുടെയും ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അത് വേണ്ടത്ര ജനങ്ങൾക്കിടയിൽ എത്തിയിട്ടുണ്ടോ, ജനങ്ങളത് വേണ്ടത്ര ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഏതായാലും ഇത്തരം ഒരു ക്രൈസിസ് ഘട്ടങ്ങൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ചിന്തയിലേക്ക് കൂടി ജനങ്ങളെ എത്തിക്കാൻ പര്യാപ്തമാകണം എന്നുള്ളത് ഉറപ്പാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ ഊർജ്ജ മേഖലയുടെ ഒരു ദേശീയ സാഹചര്യം കാണാണ്ടൊന്നും പോകാൻ പറ്റില്ല. അപ്പം നമ്മളിപ്പം 10 റുപ്യക്ക് വൈദ്യുതി വാങ്ങുന്നതിനെ പറ്റി പറയുന്നുണ്ടല്ലോ. ഒരു യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ എത്ര റുപ്യ ചിലവുണ്ട്? 3.5 റുപ്യ 4 റുപ്യ താഴെയേ ചിലവുള്ളൂ. പുതിയ നിലയമായാൽ പോലും അതിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂട്ടിയാൽ പോലും ഒരു 4 രൂപയെ താഴെ ഉൽപ്പാദിപ്പിക്കാൻ കേരളത്തിലെ, നമുക്കിപ്പം കൽക്കരി നിലയങ്ങൾ നാളെ വാങ്ങുന്നത് 4 റുപ്യ താഴെ ഒരു യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. 4 റുപ്യ താഴെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന വൈദ്യുതി 10 റുപ്യക്ക് 12 റുപ്യക്കും 13 റുപ്യക്കും ചിലർക്ക് വിൽക്കാൻ കഴിയുന്നുണ്ട്. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇന്ത്യയിലെ വൈദ്യുതി ഉൽപ്പാദന മേഖലയിൽ നേരത്തെ പൂർണ്ണമായും പൊതുമേഖലയിലായിരുന്നെങ്കിൽ ഇപ്പം 55% സ്വകാര്യ കമ്പനികളാണ്. സ്വകാര്യ കമ്പനികളാണെന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. പേരെ വ്യത്യസ്ത കമ്പനിയുള്ളൂ. ഇതൊക്കെ ഒരേ ഉടമസ്ഥതയാണ്. ഒന്നുകിൽ അദാനി, അല്ലെങ്കിൽ അംബാനി, അതല്ലെങ്കിൽ ടാറ്റ. ഈ 3 കമ്പനികളുടെ നിയന്ത്രണത്തിലാണ് ഇന്ത്യൻ വൈദ്യുതി മേഖല എന്നുള്ളത്. അതുകൊണ്ട് ക്ഷാമമുണ്ടാക്കി വില വർദ്ധിപ്പിക്കുന്ന സാഹചര്യവും രാജ്യത്തുണ്ട്. ഇപ്പം ഇന്ത്യയിൽ മൊത്തത്തിൽ വൈദ്യുതി ഉൽപ്പാദന ശേഷി എന്ന് പറയുന്നത് 4.25-5 ലക്ഷം മെഗാവാട്ട് ഉൽപ്പാദന ശേഷിയാണ് ഇന്ത്യയിലുള്ളത്. എല്ലാം കൂടി എല്ലാ വൈദ്യുതി നിലയങ്ങളും കൂടി എല്ലാം ഉൾപ്പെടെ ഒരു 5 ലക്ഷം വൈദ്യുതി മെഗാവാട്ടിൻ്റെ വൈദ്യുതി ഉൽപ്പാദന ശേഷിയുണ്ട്. അതിനകത്ത് നിന്ന് നമുക്ക് ഈ പറയുന്ന ഒരു റിഡൻഡൻസി ഒക്കെ ഒഴിവാക്കിയാൽ ഒരു 3 ലക്ഷം മെഗാവാട്ടെങ്കിലും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ട്.
ഇന്ത്യയിൽ കഴിഞ്ഞ ഏപ്രിൽ 26 ഈ ഏപ്രിൽ 26 ആണല്ലോ ഏറ്റവും കൂടുതൽ ഉപഭോഗം വന്ന 2,56,000 മെഗാവാട്ടായി ഉയർന്നു നമ്മൾ പറയുന്നുണ്ടല്ലോ. 2,56,000 മെഗാവാട്ടായി ഉയർന്നു. 5 ലക്ഷം മെഗാവാട്ട് ഉൽപ്പാദനശേഷിയുള്ള ഏറ്റവും കുറഞ്ഞത് 3 ലക്ഷം മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനത്ത് 2,52,600 മെഗാവാട്ടായി ഉൽപ്പാദനം ഉയരുമ്പോൾ തന്നെ 10 മണിക്കൂർ ലോഡ് ഷെഡിങ് പഞ്ചാബിലും ഹരിയാനയിലും രാജസ്ഥാനിലൊക്കെ വേണ്ട രൂപത്തിൽ വലിയ ക്ഷാമം വരിക. വൈദ്യുതിയുടെ വില എന്ന് പറയുന്ന സാധനം 10 രൂപയ്ക്കും കിട്ടാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇത് യഥാർത്ഥത്തിൽ വൈദ്യുതിയുടെ ഒരു കരിഞ്ചന്തയാണ്, പൂഴ്ത്തിവെപ്പാണ്. ഇതാണ് വൈദ്യുതി മേഖലയിൽ സ്വകാര്യവൽക്കരണം ഉണ്ടാക്കിയിട്ടുള്ള പ്രതിസന്ധി. ഈ വൈദ്യുതി മേഖലയിലെ സ്വകാര്യ കമ്പനികൾക്ക് ഇങ്ങനെയൊക്കെ ഉൽപ്പാദന മേഖലയിൽ അവർക്ക് ഈ രൂപത്തിൽ കൊള്ളയടിക്കാൻ കഴിയുമ്പോൾ പ്രസരണ വിതരണ മേഖലയിലും പൂർണ്ണമായി അവരെ കയ്യിലേക്ക് കൊടുക്കണം എന്നുള്ളൊരു നയമാണല്ലോ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. വൈദ്യുതി നിയമ ഭേദഗതി എന്ന് പറയുന്നത് 2013 കഴിഞ്ഞ UPA സർക്കാരിൻ്റെ 2013 UPA സർക്കാരാണ് ആദ്യത്തെ കരട് കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞ് 2014 അതേ കരട് കൊണ്ടുവന്നു. അതിനുശേഷം പല ഘട്ടങ്ങളിൽ ഈ ഏറ്റവും അവസാനം 2026 കഴിഞ്ഞ ലോകസഭയിൽ ഇത് അവതരിപ്പിക്കുന്ന ശ്രമം വന്നു. അവർക്ക് ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ടല്ലല്ലോ അവതരിപ്പിക്കാത്തത്. രാജ്യത്ത് വൈദ്യുതി തൊഴിലാളികൾ നടത്തുന്ന ഉജ്ജ്വലമായ ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിയമം ഇപ്പോഴും പാസ്സാക്കാൻ കഴിയാത്തത്. അങ്ങനെ പാസ്സാക്കി ഈ മേഖല പൂർണ്ണമായി സ്വകാര്യവൽക്കരിക്കാനുള്ള ഒരു വലിയ ശ്രമം നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ ഈ പ്രശ്നവും ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. വൈദ്യുതി എന്ന് പറയുന്നത് ചിലർ പറയുന്നത് കേട്ടു, നിങ്ങൾ രാഷ്ട്രീയം ഒഴിവാക്കി ചർച്ച ചെയ്യും. ഇന്നിപ്പം രാവിലെ ഒരു ചാനലിൽ ചർച്ച വന്നപ്പോൾ നിങ്ങൾ രാഷ്ട്രീയം ഒഴിവാക്കി നമുക്ക് അക്കാദമിക്കലായി ചർച്ച ചെയ്യുക. അക്കാദമിക്കൽ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം ഒഴിവാക്കിയതാണ് എന്ന് ധരിക്കുന്ന ഒരവസ്ഥ ഇന്ന് രാജ്യത്തുണ്ട്. യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയമാണ് ഈ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചത് എന്നത് കൂടി പറഞ്ഞുകൊണ്ടല്ലാണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാനാവില്ല.